ഈ വെബിനാറിന്റെ വിശദവിവരങ്ങൾ ഞാൻ മുൻപോട്ട് വരുമ്പോൾ നൽകുന്നതാണ്. ആമുഖമായി നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുന്ന മുറയ്ക്ക് എല്ലാവരെയും ഈ പാനൽ അംഗങ്ങളെയും ഈ പാർട്ടിസിപ്പൻസ് പരിചയപ്പെടുത്തുന്നതാണ്. ഒരു തുടക്കം എന്ന നിലയിൽ ഈ വെബിനാറിന്റെ ഒരു ഓർഗാനിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുക. ഇതൊരു എന്താ പറയുക, തമാശയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അതായത് പാർട്ടിസിപ്പൻസ് ഇന്ററാക്ഷൻ സഹായിക്കുന്ന ചോദ്യം. ഒന്നാമതൊരു സ്ലൈഡ് കാണിക്കാം. ഒന്നാമത്തെ സ്ലൈഡ് നിങ്ങൾ മുമ്പിലേക്ക് പോരും. ഒന്നാമത്തെ ഒരു സ്ലൈഡ് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ലളിതമാണ് ചോദ്യം കേട്ടോ. നടുക്ക് വരേണ്ട അക്ഷരം ഏതാണ്? എങ്ങോട്ട് വായിച്ചാലും ഓരോ മലയാളം വാക്കായിരിക്കണം. നമ്മുടെ ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കായി വരാം. ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാനും ജിതിൻ ശ്രീനിവാസൻ നമുക്ക് ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ജിതിൻ ഒരു ഉത്തരം വന്നുള്ളൂ. ബിന്ദി ഇട്ടിട്ടുണ്ട് ഉത്തരം, ശരിയാണ്. MI ഫോൺ, ദീപ ജോസഫ്, ദിലീപ് രാജ്, ഗ്രേറ്റ് കൊള്ളാം. തോമസ് ജോർജ്, രശ്മി. ചോദ്യം വളരെ ലളിതമായി പോയി തോന്നുന്നേ. ശരി ഓക്കെ, ഉത്തരം കിട്ടി കേട്ടോ, എല്ലാവരും കിട്ടി. ഉത്തരം മായാണ് കേട്ടോ. മഴ, മരം, മധു, മല, മഴു, മണം. എല്ലാത്തിലും മാ എന്നൊരു അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അതിനെല്ലാം അർത്ഥവത്തായി മാറും. ഞാൻ ഈ ചോദ്യത്തിന്റെ അർത്ഥവത്തായ കാര്യങ്ങൾ പിന്നെ കിടക്കാം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഓർഗാനിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഒരു സ്ലൈഡ് നിങ്ങളെ കാണിക്കാം. People buy me to eat, but never eat me. What am I? കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിക്കുന്നത്, പക്ഷെ ആരും കഴിക്കാറില്ല. ഞാൻ ആരാണ്? ചോദ്യം വളരെ ക്ലിയർ ആണല്ലേ? സിമ്പിൾ ആയി പോയോ? ഉത്തരം വന്നിട്ടില്ല. ചാറ്റ് ബോക്സിൽ ഉത്തരം ഇടാം. ഞാൻ അഡ്മിൻ പാനൽ ഓക്കെ. രശ്മി ഉത്തരം ഇട്ടിട്ടുണ്ട് കേട്ടോ. രശ്മി ഓക്കെ, ഗുഡ്. രശ്മി മാത്രമേ ഉത്തരം ഇട്ടുള്ളൂ. എന്നെ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്, പക്ഷെ ആരും കഴിക്കാറില്ല. ഷിജു, ബനാന ലീഫ്. നല്ല ഉത്തരമാണല്ലോ. ഷിജു PG, വെരി ഗുഡ്. ഷിജു PG വളരെ ഡിഫറെന്റ് ആയിട്ട് ഉത്തരവിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോൺ നമ്പറിന് പകരം അല്ലെങ്കിൽ ഫോണിന്റെ പേരിന് പകരം നിങ്ങളുടെ പേര് ഈ ഫോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പേര് വിളിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാൻ പാർട്ടിസിപ്പൻസിനോടാണ് പറയുന്നത്. പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ നിങ്ങളുടെ ഫോണിന് പേര് കൊടുക്കുക. ഷീല തമ്പി, സീതാ തമ്പി ഇതാണ് ഗുഡ് ഈവനിങ് ഇട്ടതാണ്. ഉത്തരം 2 പേരെ ഇട്ടുള്ളൂ കേട്ടോ. പീപ്പിൾ ബൈ മീ ടു ഈറ്റ്. ഓക്കെ, ഇട്ടിരിക്കുന്ന ഉത്തരം ശരിയാണ്, പക്ഷെ നിങ്ങളുടെ പേര് എനിക്കറിയില്ല. നിങ്ങളുടെ ഫോൺ നമ്പറാണ്. കാരണം പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം നിങ്ങൾക്ക് നൽകാൻ പറ്റുള്ളൂ. പേര് വെച്ചാണ് സമ്മാനം നൽകുന്നത്. പേരുകളുണ്ടെങ്കിൽ ഒരു സമ്മാനം. ഓക്കെ. ദീപുവിന്റെ പേരുണ്ട്, ദീപു ജോസഫ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സിന്ധുമോളെ ഫോണിൽ പേര് കൊടുക്കുക. കറിവേപ്പില കൊള്ളാമല്ലോ. MI ഫോൺ നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ, സൂമിൽ കയറുമ്പോൾ നിങ്ങളുടെ ഫോണിന് പേര് കൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ പേര് വരും. അപ്പോൾ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, സമ്മാനം കൊടുക്കാൻ പറ്റും. ഫോണിന്റെ റെഡ്മി എന്നോ iPhone എന്നുള്ളതിന് പകരം. ഹരികൃഷ്ണൻ ഹായ് എന്നിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സാജൻ ജോർജ് ഉത്തരം നൽകി. 10ഓളം ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. പ്ലേറ്റ് ആണ് കേട്ടോ. വാഴയിലയും നല്ല ഉത്തരം തന്നെയാണ്. വാഴയിൽ നല്ല ഉത്തരം. ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡിനെ സംബന്ധിച്ച് വാഴയിൽ നല്ല ഉത്തരമാണ്. പ്ലേറ്റ് അല്ലെങ്കിൽ വാഴയില രണ്ടും നല്ലതാണ്. ഞാൻ എന്നെ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്, പക്ഷെ എന്നെ കഴിക്കാറില്ല. നല്ല ഉത്തരമാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു സെഷൻ നമുക്ക് മാറ്റാം. ഒരു ചോദ്യം കൂടെ. പാർട്ടിസിപ്പൻസിന്റെ ആക്ടിവിറ്റി ഇതാണ്. ഇത് നിങ്ങൾക്ക് ആപ്പിളിന്റെ ലോഗോയാണ്. ആപ്പിളിന്റെ എംബ്ലമാണ്. 6 ലോഗോ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായ ലോഗോ? 1, 2, 3, 4, 5, 6. 6ൽ എത്രാമത്തെയാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ? 5. ഹരികൃഷ്ണൻ പറഞ്ഞു 5ാമത്തെയാണ്. നോക്കാം. 5. റെഡ്മി പറഞ്ഞു കേട്ടോ. 2. റെഡ്മി 2. അർജുൻ പറയുന്നു 6. ബിബിൻ പറയുന്നു 6. ദീപു 1. നിഷ 1 പറയുന്നു. ഓക്കെ, 3. ഉത്തര 6 പറയുന്നു. വിശ്വേശ്വർ 5 പറയുന്നു. അനിൽ ചാക്കോ ഒരു ചോദ്യമുണ്ട്. ഈസ് ദ പ്രസന്റേഷൻ ഓൺലി ഇൻ മലയാളം?
ഞങ്ങൾ ഇംഗ്ലീഷ് മലയാളം ചേർത്തായിരിക്കും പറയാ. ഒരു ഇടയ്ക്ക് ഒരു ചോദ്യം വന്നാ കേട്ടോ. വി ക്യാൻ മിക്സ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ വി ഗോട്ട് സോ മെനി ആൻസേഴ്സ്, ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് 6. 6-ാമത്തെയാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്കറിയാം ഐഫോണിന്റെ അത് ഐഫോണിന്റെ ഉത്തരം 6-ാമത്തെ പിക്ചറാണ്. നിങ്ങൾക്കറിയാം, ഇതാണ് നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇതാണ് പിക്ചർ ഐഫോൺ. ഞാൻ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനുമായിട്ട് ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഡിസ്കഷനിലേക്ക് വരെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വീണ്ടും നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് ഫ്രം ഇന്ത്യ ആൻഡ് എബ്രോഡ് ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഇംഗ്ലീഷ്, കൂടുതൽ മലയാളമായിരിക്കും. ബട്ട് വിൽ ട്രൈ ടു ഗീവ് ആൻസേഴ്സ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. രണ്ടും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മാസ് ആൻഡ് പ്ലാന്റേജ് രണ്ടും ചേർന്ന്. മാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മൺട്രാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലമായി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയാണ്. ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരിലും കാസർഗോഡുമുള്ള കർഷകരെ, 5000-ലേറെ കർഷകരെ അവരുടെ ഫാം ഓർഗാനിക് ഫാമാക്കി മാറ്റുന്നതിനും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിനും മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ശാസ്ത്രീയവും ജൈവ കൃഷിയുടെ രീതിയിലും കൊണ്ടുവന്നുകൊണ്ട് അവരെ ഓർഗാനിക് ഫാമിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന മനോഹരമായ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷനാണ് മൺട്രാട് സോഷ്യൽ സർവീസ്. ഈ മൺട്രാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രയോജനം. 2, നിങ്ങൾ കേട്ട പോലെ പ്ലാന്റിഷ് ആണ്. പ്ലാന്റിഷും കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തിലേറെയായി ജൈവ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്ത്, പ്രത്യേകിച്ചും മൺട്രാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്ന ഫാമിൽ നിന്ന് തിരഞ്ഞെടുത്ത് അത് ഇന്ത്യയിലും വിദേശത്ത്, യൂറോപ്പിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും, മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലും വിപണി കണ്ടെത്തുകയും അവിടെ ഏറ്റവും മികച്ച രീതിയിൽ വിപണി നേടുകയും ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ്. കേരള ഗവൺമെന്റിന്റെ നിരവധി അവാർഡുകൾ ഈ ഓർഗനൈസേഷൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന് വിശ്വാസ്യത ഏറെ വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായും ഈ 2 ഓർഗനൈസേഷൻ ചേർന്നുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ വെബിനാറിന്റെ രീതി 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇത് ഓർഗാനിക് ഫുഡ് ബിസ് പ്രോജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിയെ പറ്റിയല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, ജൈവ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിപണിയിൽ എത്തിക്കുന്ന ഒരു ബിസിനസിന്റെ സംരംഭകനായി മാറാൻ കഴിയും എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിനെ ജൈവ കൃഷിയുടെ പാഠങ്ങളല്ല, മറിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾ, ഓർഗാനിക് പ്രോഡക്ട്സ് നിങ്ങളിലൂടെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ഫോക്കസ് വരേണ്ടത്. 1. 2, ഈ ഒരു സെഷൻ, ഈ ഒരു നമ്മുടെ വെബിനാറിന് 2 സെഷൻസ് ഉണ്ട്. 5 മണി വരെ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ സമയം നമ്മുടെ പ്രശസ്തരായ പ്രഗത്ഭരായ പാനലിസ്റ്റുകൾ 4 പേര് നിങ്ങളുടെ സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ അവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്താണ് ഈ പ്രോജക്റ്റ് എന്നും സാധ്യത എന്താണ് എന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതായ വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. 2ാമത്തെ ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ട്. ആ സെഷൻസിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ അവയ്ക്ക് നിവാരണം നൽകുന്നതായിരിക്കും. ആദ്യത്തെ പ്രസന്റേഷൻ ഇടയ്ക്ക് ഞങ്ങൾ ഒരു പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. പോൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ 1ാമത്തെയോ 2ാമത്തെയോ പാനലിസ്റ്റുകൾ സംസാരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ചെറിയ ചോദ്യങ്ങൾ, യെസ് ഓർ നോ ഉത്തരം ഇടാവുന്ന ചോദ്യങ്ങളിടും. അപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ഇടുമ്പോൾ നിങ്ങളെ അറിയുവാനും നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയുവാനും സഹായകരമായി ആ പോൾ മാറും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആദ്യ ഭാഗം പാനലിസ്റ്റുകളുടെ പ്രസന്റേഷൻ ആണ്. 2ാമത്തെ ഭാഗം നിങ്ങളുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ്. ഇതിനോടകം തന്നെ ഇടയ്ക്ക് ചില പോളുകൾ നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾ ഉത്തരം ഇടുമ്പോൾ ആ ഉത്തരങ്ങൾക്കനുസരിച്ച് നിങ്ങളെ മനസ്സിലാക്കുവാനും ഈ സെമിനാർ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഒരിക്കൽ കൂടി വെബിനാറിലേക്ക് ഏറെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ചെറിയാൻ വർഗീസ്. ഞാൻ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ലൈഫ് കോച്ച് ആൻഡ് ട്രെയിനറാണ്. ഈ രംഗത്ത് കഴിഞ്ഞ ഒരു 2.5 ദശാബ്ദക്കാലമായി പ്രവർത്തിക്കുന്നു. പ്ലാന്റിഷുമായും മാസുമായുള്ള ഒരു ബന്ധം, അവരുടെ പ്രവർത്തനങ്ങളുമായ ബന്ധം കഴിഞ്ഞ 1.5 ദശാബ്ദമായിട്ടുണ്ട്. അതാണ് ഇതിന്റെ സെഷന്റെ മോഡറേറ്റർ ആയിരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈ സെഷനിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ 4 പേരാണ്. ഒന്ന് മിസ്റ്റർ ബിജുമോൻ കുര്യൻ. മിസ്റ്റർ ബിജുമോൻ കുര്യൻ പ്ലാന്റിഷിന്റെ
മാനേജിംഗ് ഡയറക്ടറാണ്. മാസ് മൺറാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ജൈവ കൃഷികളുടെയും ജൈവ വിളകളുടെയും പ്രചാരകനായി ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ ഓർഗാനിക് ഫുഡ് പ്രൊമോട്ടറാണ് മിസ്റ്റർ ബിജോൺ കുര്യൻ. 2 ദശാബ്ദമായി ഈ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നു. നിരവധി പുതുമുഖ സംരംഭകർക്ക് പ്രചോദനം കൊടുക്കുവാനും അവർ ഈ വഴിയിലേക്ക് കൈപിടിച്ചു നടത്തുവാനും ശ്രീ ബിജോൺ കുര്യന് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഓർഗാനിക് ട്രേഡ് ഫെയറുകളിൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും പ്രതിനിധിയെ പങ്കെടുക്കുവാൻ, ഒഫീഷ്യൽ ഡെലിഗേറ്റായി പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഈ രംഗത്തുള്ള പ്രാഗൽഭ്യത്തിന് ഏറ്റവും വലിയ തെളിവാണ്. 2004 ബെസ്റ്റ് ഓൺട്രപ്രണർ അവാർഡും 2016 ബിഗസ്റ്റ് ഫെയർ ട്രേഡ് ഫാം അവാർഡും മിസ്റ്റർ ബിജോൺ കുര്യൻ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ വെബിനാറിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏറെ പ്രസക്തമാണ്. സ്നേഹപൂർവ്വം മിസ്റ്റർ ബിജോൺ കുര്യനെ സ്വാഗതം ചെയ്യുന്നു. Thank you, Cherian Varghese, and thank you all my co-panelists, and thank you my participants. നമുക്ക് എൻ്റെ സെഷൻ വരുമ്പോഴത്തേന് നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംവാദിക്കാം. Thank you. Mr. Binoy Varghese. Binoy Varghese is an ICWA graduate. ഏതാണ്ട് 24 വർഷമായി ബിസിനസ്സിലെ സാമ്പത്തിക ആസൂത്രണത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ വിദേശത്തുമായി 100 കണക്കിന് ക്ലയൻസ് അദ്ദേഹത്തിനുണ്ട്. അവരുടെ ബിസിനസ് രംഗത്തെ സാമ്പത്തിക ആസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കുവാനും അതിന് മുൻകൈ എടുക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്ന പ്രശസ്തനായ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. അക്കാഡമി ഫോർ ഫ്യൂച്ചർ പ്രൊഫഷണൽസ് എന്ന സംഘടനയുടെ ഡയറക്ടറാണ്. 5000-ഓളം യുവാക്കളെ ഈ ഒരു രംഗത്ത് കൈപിടിച്ച് നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2000-ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഇപ്പോഴും പരിശീലനം നേടുന്നുണ്ട്. ഈ വെബിനാറിൽ ഫിനാൻഷ്യൽ സംബന്ധമായ എല്ലാവിധമായ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഒപ്പം തന്നെ ആസൂത്രണത്തിനും അദ്ദേഹം മുൻകൈ എടുത്ത് പഠിപ്പിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ ബിനോയ് വർഗീസ്, ICWA. Thank you, sir. Thank you very much. Welcome all panelists and welcome all delegates, participants. Thank you, Mr. Binoy. മൂന്നാമത്തെ പാനലിസ്റ്റ് മിസ്റ്റർ ശ്രീകുമാർ MS. ശ്രീകുമാർ മൺറാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ജൈവകൃഷി ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ജൈവകൃഷിയുടെ സർട്ടിഫിക്കേഷൻസ് കർഷകർക്ക് ലഭ്യമാകുന്നതിനും മുൻകൈ എടുത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. കർഷകരെ യുവ സംരംഭകരാക്കി മാറ്റുവാനും അതുവഴി ഏറ്റവും മികച്ച ജൈവ ഉൽപ്പന്നങ്ങൾ നേടുവാനും സാധിക്കുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിലെ കാർഷിക മേഖലയിലെ ജൈവ കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്നു. മൺറാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ MS ശ്രീകുമാർ. വെൽക്കം സർ. നമസ്കാരം ചെറിയാൻ വർഗീസ് സർ. താങ്ക് യു ഓൾ കോ-പാനലിസ്റ്റ്. നമുക്ക് ഇനിയുള്ള 2 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ സംവദിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. താങ്ക് യു ശ്രീകുമാർ. നമ്മളൊപ്പം ചേരുന്ന മറ്റൊരു യുവ പ്രതിഭയാണ് മിസ്റ്റർ അനന്തരാജ് കൃഷ്ണ. താങ്ക് യു സർ. അനന്തരാജ് കൃഷ്ണദാസ്. ഓക്കെ, വെൽക്കം അനന്തരാജ്. നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡാണ്. അദ്ദേഹത്തിന് മുൻകാലത്ത് അന്തർദേശീയ കമ്പനികളായ JBL, ഫിലിപ്സ്, കോൺവേഴ്സ്, ഫുജിറ്റൺ എന്ന് പറയുന്ന നിരവധി സംരംഭങ്ങളിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയാണ്. നൂതന സാങ്കേതിക വിദ്യ എങ്ങനെ ജൈവ വിപണിയിൽ പ്രയോജനകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതിന് നമ്മളെ സഹായിക്കുവാൻ തീർച്ചയായും മിസ്റ്റർ അനന്തരാജ് കൃഷ്ണന് കഴിയും. ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ യുവ പ്രതിഭയെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ അനന്തരാജ്. Thank you, sir. And I welcome all the panelists. I hope you will be having a great time and we'll be discussing soon. Right. Okay. I request the participants, if you have any questions, you can chat it in the chat box. If you're not able to understand, you can make it in chat box. We will clear it. Mostly we are talking in Malayalam, but if you have any doubt, you can ask. We will translate in English also. We will help you. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. ഈ ഒരു സെമിനാറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചോദ്യം, ആ ചോദ്യത്തിലാണ് ഞാൻ ആരംഭിക്കുക. എന്താണ് ഒരു ഓർഗാനിക് ബിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഇത് നമ്മോട് അവതരിപ്പിക്കുന്നത്
ഈ പാനലിന്റെ നിയന്ത്രണമുള്ള നമ്മുടെ പ്ലാന്റിച്ചിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബിജുൻ കുര്യൻ. സർ, എന്താണ് ഈ ഓർഗാനിക് ബിസിനസ് എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്? സർ, പ്ലീസ്. താങ്ക് യു ചെറിയാൻ വർഗീസ്. ഓർഗാനിക് ബിസ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്, അതൊരു മൂവ്മെന്റ് ആണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി കേരളത്തില് 5000-ലധികം കർഷകരടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ജൈവ സർട്ടിഫൈഡ് ആയിട്ടുള്ള അംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു NGO ആണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും പ്ലാന്റിച്ചും ചേർന്ന്, പ്ലാന്റിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്ലാന്റിച്ചിന്റെ പ്രോസസ്സിംഗ് സെന്ററിൽ പ്രോസസ്സ് ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിനാണ് ഇതുവരെയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം, ഈറ്റ് ഹെൽത്തി ലിവ് ലോങ് എന്നുള്ള ഒരു മെസ്സേജാണ് എല്ലായിടത്തും കേൾക്കുന്നത്. കയറ്റുമതിക്ക് വളരെയേറെ ഡിമാൻഡുണ്ട്. ഇപ്പോഴും ഓർഗാനിക് ഫുഡിന്റെ ഡിമാൻഡ് വിദേശ രാജ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ കേരളത്തിലെ കൺസ്യൂമേഴ്സിന്, കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓർഗാനിക് ഫുഡ് അതാത് പഞ്ചായത്തുകളിൽ, അതായത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പെങ്കിലും, ഓർഗാനിക് ബിസിന്റെ ഒരു ഷോപ്പെങ്കിലും ആരംഭിക്കാൻ തക്ക വിധം മുന്നോട്ട് വരുന്ന ആളുകളെ, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് കോവിഡ് കാലത്ത് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പ്രവാസികളായിട്ട് കൂടി എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ചെയ്ത് വരുമാന നഷ്ടമുണ്ടായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെയും ഒരു കൈത്താങ്ങാകുവാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഞാൻ വാക്ക് അടിയരയിട്ട് പറയുകയാണ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡാണ് ഈ ഓർഗാനിക് ബിസ് ഷോപ്പുകളിലൂടെ വിപണിയിൽ എത്താൻ പോകുന്നത്. ഇതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ദേശം. ഇതിലൂടെ കർഷകനും അതുപോലെ പ്രോസസ് ചെയ്യുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓർഗാനിക് ബിസിന്റെ ഷോപ്പുകൾ ആരംഭിക്കുന്ന ഓണ്ടർപ്രനേഴ്സിനും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ്. താങ്ക് യു മിസ്റ്റർ ബിജൻ. ക്യാച്ച് വേർഡ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു: ഈറ്റ് ഹെൽത്തി ലിവ് ലോങ്. തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ബോധവാന്മാരായിരിക്കുന്നത്. തീർച്ചയായും വളരെ പ്രസക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കറിയാൻ താല്പര്യമുള്ളത്, എന്താണ് ഈ ഓർഗാനിക് ഫുഡിന്റെ ഗുണങ്ങൾ, സവിശേഷതകൾ എന്താണ്? മാസിന്റെ CEO മിസ്റ്റർ ശ്രീകുമാർ അതിനെ പറ്റി ഒരു വാക്ക് പറയണം. എന്താണ് ഈ ഓർഗാനിക് ഫുഡിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഒരു ജിജ്ഞാസ ഉണ്ടാവും. ഒന്ന്, ഈ രാസ കീടനാശിനികൾ ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ഭക്ഷണങ്ങൾക്ക് ഏകദേശം ഒരു 20-25% പോഷക ഗുണങ്ങൾ അധികമാണ് നമ്മൾ നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം വൈറ്റമിൻ സി വളരെ കൂടുതലാണ്, ബാക്കിയുള്ള കെമിക്കലായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വൈറ്റമിൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ഓർഗാനിക് ഫുഡ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ സഹായകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഒരു കുടുംബം മുഴുവനായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒരു കുടുംബം മുഴുവനും ആരോഗ്യത്തിലും രോഗപ്രതിരോധ ശേഷിയും ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓർഗാനിക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക പിന്തുണയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്. നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. വെരി ഗുഡ്. തീർച്ചയായിട്ടും ഇതൊരു നൂതനമായ ആശയമാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, കർഷകർക്ക് പ്രയോജനമുണ്ട്, ഒപ്പം തന്നെ ജീവിതത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് സഹായകരമായ ഒരു പ്രക്രിയ, ഒരു ശൈലി കൊണ്ടുവരാൻ കഴിയും. നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിൽ പങ്കെടുക്കുന്ന ആളുകൾ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നവരുണ്ട്, ഏതെങ്കിലും സ്ഥാപനം ജോലി ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും, ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ കാണും, ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ കാണും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരു പോൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. പോൾ, അതായത് ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ചൂസ് ചെയ്യേണ്ട അവസരമുണ്ട്. NRI ആണോ, സാലറി എംപ്ലോയി ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, അത് നിങ്ങൾ ജോലി തേടുന്ന വ്യക്തിയാണോ, ഏതാണ് കാറ്റഗറി നിങ്ങൾ, ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ഒരു ക്രോസ് സെക്ഷൻ അറിയാൻ വേണ്ടിയാണ്, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന അറിയാൻ വേണ്ടിയാണ്. വിച്ച് പ്രൊഫഷൻ ഡു യു ബിലോങ്സ് ടു? പ്ലീസ് use the poll column, choose your answer. NRI,
salaried employee, self-employed, or job seeker. Poll is in progress. ആൾ പോൾ ചെയ്യുന്നുണ്ട്, എനിക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്ന് അതിലേക്ക് കൊടുക്കാം. നമ്മളൊരു 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെയാണ് പോളിംഗ് ടൈം. സോ പാർട്ടിസിപ്പൻസ് പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പോളിലാണ് കൊടുക്കേണ്ടത്, ചാറ്റ് ബോക്സ് അല്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൈറ്റ്. ഓക്കെ. നമ്മൾ പങ്കെടുക്കുന്ന ആളുടെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ് കേട്ടോ. NRI 13% ആൾക്കാർ NRI ആളുകളാണ്. ഉദ്യോഗാർത്ഥി സാലറിഡ് ക്ലാസ്, ദാറ്റ് ഈസ് 39%. സെൽഫ് എംപ്ലോയ്ഡ് പീപ്പിൾ 30%. ആൻഡ് പുതിയ ജോലി തേടാൻ ആഗ്രഹിക്കുന്നവര് 19%. സന്തോഷകരമായ വസ്തുത, സാലറിഡ് എംപ്ലോയീസ് ഹു seeks more opportunity, they are the major category, that is 39%. And those who are self-employed, that is 30%. NRIs 13, and job seekers 90%. Thank you so much for your active involvement in poll. This will help us to cater you better. നിങ്ങളെ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആശയങ്ങൾ നൽകുവാനും സഹായകരമാണ് പോളിൽ പങ്കെടുത്ത. പ്രത്യേകം നന്ദി. 1-2 ചോദ്യങ്ങൾ കഴിയുമ്പോൾ, 1-2 പാനൽ അവതരണം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചില പോളുകൾ ഉണ്ടായിരിക്കും. സഹകരിക്കണം. ഇത്തരം ഈ ഒരു ഓർഗാനിക് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആണ് വേണ്ടത്, ലൈസൻസ് വേണമോ എന്നുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ രംഗത്ത് സാമ്പത്തിക ആസൂത്രണത്തിന് നേതൃത്വം കൊടുക്കുന്ന മിസ്റ്റർ ബിനോയ് വർഗീസ് അതിലേക്ക് വെളിച്ചം വീശുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കണം. ഓർഗാനിക് സ്റ്റാർട്ടപ്പിന് വേണ്ട രജിസ്ട്രേഷൻ പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. നല്ലൊരു ചോദ്യമാണ് സാർ. കാരണം ഓർഗാനിക് ബിസിനസ്സിൽ, ഏത് ബിസിനസ് തുടങ്ങുന്നവർക്ക് ഏറ്റവും പേടിയുള്ള ഒരു ഏരിയ ആണ് രജിസ്ട്രേഷൻസ് ആൻഡ് ലൈസൻസസ്. ഇതിനകത്ത് ഓർഗാനിക് ഫുഡ് ആയതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിന് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സുകൾ ആയതുകൊണ്ടും സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ആയതുകൊണ്ടും ഇതിന് ഒരു രജിസ്ട്രേഷൻ വേണ്ടിയതാകെ FSSAIയുടെ രജിസ്ട്രേഷൻ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ഒരു NOC എടുക്കുക, അത് മാത്രം മതി. പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ട്രേഡ് ലൈസൻസ്, ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. മറ്റ് രജിസ്ട്രേഷൻസിന്റെ ഒന്നിന്റെയും ആവശ്യം. ഇത് നേടാൻ കോംപ്ലിക്കേറ്റഡ് ആണോ? കോംപ്ലിക്കേഷനും ഇല്ല. നമുക്ക് FSSAIയുടെ രജിസ്ട്രേഷന് വേണ്ടി എന്ത് സഹായവും നമുക്ക് പ്ലാന്റിച്ചിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചായത്ത് മുനിസിപ്പൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ് ആണ്. ആപ്ലിക്കേഷൻ കൊടുക്കുക, അവരവിടെ നിന്ന് വിത്തിൻ 7 days കിട്ടാവുന്ന ഒരു കാര്യം. ചുരുക്കത്തിൽ ഇതിന്റെ രജിസ്ട്രേഷൻ പ്രക്രിയകൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പാർട്ടിസിപ്പൻസിനെ സഹായിക്കുന്നതാണ്. തീർച്ചയായും. താങ്ക് യു. വളരെ ഹൃദ്യമാണ് ഉത്തരം. കാരണം പലപ്പോഴും നമുക്ക് പല സംരംഭങ്ങളും ആരംഭിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നൂലാമാലകളാണ്, റെഡ് ടേപ്പിസം. അതില്ല എന്നറിഞ്ഞ സന്തോഷകരമാണ്. അത്തരം പ്രക്രിയയ്ക്ക് വെബിനാറിലെ ഓർഗനൈസേഴ്സ് സഹായിക്കും എന്നുള്ളത് ഇതിനെ കൂടുതൽ മാറ്റിക്കൂട്ടുന്നു. എന്നാൽ ഈ ഓർഗാനിക് പ്രോജക്റ്റ് ഇവിടെ മിസ്റ്റർ ബിജുവൻ കുര്യൻ അവതരിപ്പിച്ചു. ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് കേരളത്തിൽ ഓർഗാനിക് ഫുഡ് ബിസിനസിന്റെ സാധ്യത എത്ര മാത്രമുണ്ട്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ബിജുവൻ കുര്യൻ അതിലേക്ക് വിളിച്ചു വീശുന്നതില ആശയങ്ങൾ നൽകിയാലും. ഓർഗാനിക് ഫുഡ് ബിസിനസിനെ കുറിച്ച് ഒരു സർവേ കോവിഡിന് മുമ്പ് 2019 നടത്തിയപ്പോൾ കണ്ട അത് ഇതുവരെ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 1200 കോടി രൂപയുടെ ബിസിനസ്സാണ് ഓർഗാനിക് ഫുഡ്. അതായത് നമ്മളുടെ കൺവെൻഷണൽ ഫുഡിന്റെ 1% താഴെയാണ് ഓർഗാനിക് ഫുഡ് ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം നടത്തിയ ഒരു സർവേയിൽ കണ്ടത് 2021 ആകുമ്പം 2000 കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് ഈ ഓർഗാനിക് ഫുഡ് ബിസിനസ് മാറും എന്നുള്ളതാണ്. അതായത് ഓർഗാനിക് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് വാങ്ങിക്കും എന്നുള്ളതാണ് സർവേയിലൂടെ കണ്ടെത്തിയത്. അപ്പം അത് കോവിഡ് കാലത്തിന് മുമ്പായിരുന്നു. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത് എക്സ്പോർട്ട് തന്നെ 3 ഇരട്ടിയായി മാറുകയാണ് ഓർഗാനിക്കിന്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ വരുന്നുണ്ട്. എന്നാൽ അതേ നിലയിൽ തന്നെ, കാരണം നമുക്കറിയാം NRIs ഒരുപാട് ആളുകൾ തിരിച്ചു വരികയാണ്. അതുപോലെ സിറ്റിയിലുള്ള ആളുകൾ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരവിന്റെ ഒരു പാതയിൽ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നുള്ള ഒരു ഇതിൽ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡിന്, ഞാൻ പറയുന്നത് സാധാരണ ഇക്കോ ഷോപ്പിലൂടെ തരുന്ന നാച്ചുറൽ ഫുഡല്ല, ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഫുഡിന്റെ വിപണി കൂടുമെന്നാണ്
അപ്പിഡ പോലെയുള്ള വിശ്വസ്തമായ സ്ഥാപനങ്ങളുടെ സർവേ നടത്തിയതിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സാധ്യത വളരെയേറെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആണുള്ളത്. അവര് ഇതിന്റെ സാധ്യതകളിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ആവശ്യം. ചുരുക്കത്തിൽ ഈ ഓർഗാനിക് ഫുഡ് ബിസിനസിന് വലിയൊരു സാധ്യത ഈ വരും ദിവസങ്ങളിലും വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മിസ്റ്റർ ബിജുവിന് അടിവരായിട്ട് പറയുന്നത്, അല്ലേ? വലിയൊരു സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ഒരു വിപണിയാണ് പ്രധാനം, അല്ലെ വിപണന രീതിയാണ്. കാരണം ഇന്ന് പലപ്പോഴും ഒരു ഏറ്റവും മികച്ച പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ ഞാനൊരു എക്കോ ഷോപ്പ്, ഒരു ഫുഡ് ഷോപ്പ് തുടങ്ങി, അവിടെ നമ്മൾ സാധനം കൊണ്ടുവന്ന് വെച്ചു, എങ്ങനെ ആളുകളിലേക്ക് ഇത് എത്തിക്കും? അതിന് എന്തെങ്കിലും വിപണന തന്ത്രങ്ങൾ ഈ ഒരു ഫുഡ് ബിസിനസ്, ഓർഗാനിക് ഫുഡ് ബിസിനസ് സഹായകരമായി നൽകുവാൻ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായ അന്ദ്ര നിർദ്ദേശിക്കാനുണ്ടോ? മികച്ച സാധ്യതയുണ്ട്, പക്ഷെ എങ്ങനെ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തും? അതിൽ വിപണന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? അന്ദ്രാജ്, വളരെ താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. പ്ലീസ് കേൾക്കാൻ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അകത്ത് നമ്മുടെ സെല്ലിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് മറ്റു പാനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു, ഓർഗാനിക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഹെൽത്തും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ എല്ലാം, അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഫാമേഴ്സിനെ കൂടി ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതായിരിക്കും നമ്മുടെ സെല്ലിംഗ് മെസ്സേജ്. പിന്നെ ഇതിന്റെ അകത്ത് സെല്ലിംഗ് ടെക്നിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് സെല്ലിംഗ് ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമൺ സെയിങ് ഉണ്ട്, പീപ്പിൾ ബൈ വിത്ത് എ ഐസ് ആൻഡ് കം ബാക്ക് ഫോർ ടേസ്റ്റ്. അതായത് കണ്ടുകൊണ്ട് വാങ്ങും, പിന്നെ രുചി എറിഞ്ഞിട്ട് അവർ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, മറ്റൊന്ന് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും അറിയായിരിക്കും, പണ്ടേ ഉള്ളൊരു സംഭവമാണ്. അതായത് പ്രിന്റഡ് ഫ്ലയേഴ്സ് നമ്മൾ ഓരോ വീട്ടിലും എത്തിക്കുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കുക, ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിയിക്കുക. പിന്നെ ഉള്ളതാണ് റിലേഷൻഷിപ്പ് ബൈ, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഇവരുടെ അടുത്തുനിന്ന് സജസ്റ്റ് ചെയ്യുക, അവർ ഒന്ന് പ്രോഡക്റ്റ് വാങ്ങുക. ഇതാണ് നമ്മുടെ രണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോംസ്. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ്. മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം, ഓൾമോസ്റ്റ് 60% ആണ് സെർച്ച് റിസൾട്ട്സ് കൂടിയിട്ടുള്ളത് ഓർഗാനിക് പ്രോഡക്ട്സിനെ പറ്റി. അതുപോലെ തന്നെ ഗോ ഓർഗാനിക് എന്ന് പറഞ്ഞും അതുപോലെ ഗോ വീഗൻ എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിൻസ് എല്ലാം വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവും തോറും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ അവരിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇതിനെ പറ്റി ഇനിയുള്ള സ്ലൈഡ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണം, അതായത് ഡയറക്ട് മാർക്കറ്റിംഗ് കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും, അതല്ലേ അന്തരാജ്? അതെ സാർ, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ഓക്കെ ഓക്കെ. പക്ഷേ ഇതിന് ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ ഓർഗാനിക് ഫുഡിനെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഓർഗാനിക് ഫുഡിന് വില കൂടുതലാണ്, അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു സാധനം ഓർഗാനിക് ആണ് എന്നുള്ള അതിന്റെ വിശ്വാസ്യത എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? കടകളുടെ റാക്കുകളിൽ, എക്കോ ഷോപ്പുകളിലൊക്കെ ധാരാളം ഓർഗാനിക് ഫുഡ് എന്ന പേരിൽ ലേബൽ ചെയ്ത സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇതിന്റെ വിശ്വാസ്യത എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഓർഗാനിക് ഫുഡ് ആണ് എന്ന ആളുകൾ എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കും? നമ്മുടെ മാസിന്റെ സിഇഒ നമ്മുടെ ശ്രീകുമാർ സാർ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളതാണ്. സാർ, എന്താണ് ഇതിന്റെ വിശ്വാസ്യത, എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഓർഗാനിക്കിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. 2001 ആണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. അപ്പോഴാണ് ഇന്ത്യയിൽ ജൈവ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നത്. ഇപ്പം ഏകദേശം 5400ഓളം കർഷകർ 5700ഓളം ഹെക്ടറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ജില്ലകളിലായിട്ട് സർട്ടിഫൈഡ് ആയിട്ട് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുണ്ട്. അപ്പൊ ഇതിന്റെ വിശ്വാസ്യത തുടങ്ങുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നാണ്. കൃഷിയിടത്തിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു, എന്ത് ഇൻപുട്ടുകൾ ഉപയോഗിക്കുന്നു, എങ്ങനെ വിളവെടുക്കുന്നു, ഒപ്പം അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലാന്ററിലോ എത്തി അത് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, അതെങ്ങനെ ലേബൽ ചെയ്യുന്നു തുടങ്ങി നമ്മുടെ കയ്യിൽ ഫുഡ് എത്തുന്നിടം വരെ ഫാം ടു ഫോർക്ക് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാമിൽ തുടങ്ങി നമ്മുടെ കയ്യിൽ എത്തുന്നിടം വരെ ഉള്ള എല്ലാ മേഖലകളും ഇവിടെ ഇന്ത്യ മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് പല സർട്ടിഫിക്കേഷൻ ബോഡീസും ഉണ്ട്. എല്ലാവരും അംഗീകരിച്ച സർട്ടിഫിക്കേഷൻ ബോഡീസ് അംഗീകരിച്ച് അത് പരിശോധിച്ച് ബോധ്യപ്പെട്ട്
ഒപ്പം അവസാനം ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് രാസകീടനാശിനിയുടെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പാക്കി സർട്ടിഫൈ ചെയ്ത ഫുഡാണ് ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ വിപണിയിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യതയിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. കാരണം ഇത്രയും ഒരു പ്രോസസ്സ് പല സ്ഥലങ്ങളിലും നമ്മൾ പല മാനദണ്ഡങ്ങളിലൂടെ കടന്ന് പല ചെക്ക് പോയിന്റ്സ് കടന്ന് ലാബ് ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുന്നത്. ഓക്കെ ശ്രീകുമാർ, വളരെ നന്ദി. നമ്മള് ചില പാർട്ടിസിപ്പൻസ് താമസിച്ച് ജോയിൻ ചെയ്ത് വന്നവരുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് പറയുന്നു, നമ്മുടെ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് ഓർഗാനിക് ഫുഡ് ബിസ് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് വളരെ ലളിതമായി ജൈവ ഉൽപ്പന്നങ്ങൾ അതിന്റെ വിപണിയിൽ എത്തിക്കുന്ന സംരംഭകനായി മാറാൻ കഴിയും എന്നതിന്റെ വെളിച്ചമാണ് ഇത്രയും സമയമായി നമ്മൾ സംസാരിച്ചുകൊണ്ടത്. ഇതിൽ വളരെ ലളിതമായി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, ഓർഗാനിക് ഫുഡിന് വലിയൊരു സാധ്യതയാണെന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈറ്റ് ഹെൽത്തി ലീവ് ലോങ് എന്നുള്ള ഒരു മുദ്രാവാക്യം ലോകത്തെമ്പാടും കേൾക്കുന്നുണ്ട്. വലിയൊരു സാധ്യത ഇന്നുണ്ട്. അതിന് വിശ്വാസം ഉറപ്പാക്കുവാൻ സഹായകരമായ മാസ് പ്ലാന്റ് റിച്ച് പോലെയുള്ള അംഗീകൃതമായ ഓർഗനൈസേഷനാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് വളരെ സിമ്പിൾ ആണ്. അത് നമ്മൾ അവരെ സഹായിക്കുന്നു. ഒപ്പം അതിനൂതനമായ വിപണന മാർഗങ്ങൾ ഈ സംരംഭകർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. തീർച്ചയായും നമ്മുടെ സാധാരണ പാർട്ടിസിപ്പൻസിന് സഹായകരമാണ് ഈ കാര്യങ്ങൾ. ചില ചാറ്റ് ബോക്സിൽ ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിനെ പറ്റിയൊക്കെ. നമ്മൾ അതിലേക്ക് വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ചാറ്റ് ബോക്സിലെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന അത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം, നമ്മളതിന് ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ത്തിന് ഉത്തരം കിട്ടിയിട്ട് വേണം നമുക്ക് അടുത്തേക്ക് കടക്കാൻ. ഞാനത് ഇതുവരെ പറഞ്ഞതിന്റെ ഒരു ആധികാരികത ഉറപ്പിലാക്കാൻ വേണ്ടി കൂടിയാണ്. എനിക്കൊന്ന് ഇതിന് മിസ്റ്റർ ബിജോൻ കുര്യന് മറുപടി പറയാൻ കഴിയും. എന്താണ് നിലവിലുള്ള ജൈവ ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ഓർഗാനിക് ബിസ് പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിരവധി ജൈവ അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഗ്രാംസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് ഇന്ന് ഈ വെബിനാറിൽ അവതരിപ്പിക്കുന്ന ഈ ഓർഗാനിക് ബിസ് പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഹൗ ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്? മിസ്റ്റർ ബിജോൻ കുര്യൻ, പ്ലീസ്. താങ്ക് യു ചെറിയാൻ വർഗീസ്. ഈ ഓർഗാനിക് ബിസ് പ്രോജക്റ്റിലൂടെ നമ്മൾ കൺസ്യൂമറിൽ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്ന അല്ലെങ്കിൽ സംരംഭകരോട് ആരംഭിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഷോപ്പിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പ്രോജക്റ്റില് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച സ്ലൈഡിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഓർഗാനിക്കിന്റെ ലോഗോ, അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളിലൊക്കെയും തന്നെ QR കോഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേസബിലിറ്റി എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഒരു ഉൽപ്പന്നം വാങ്ങുന്ന കൺസ്യൂമർക്ക് ഇത് എവിടെ നിന്ന് വരുന്നു, ഏത് ഫാമിൽ നിന്ന് വരുന്നു, അല്ലെ ഏത് മേഖലയിൽ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഈ ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന ആളുകൾക്ക് അതിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും. അത്രമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നത്, ഈ പ്രോജക്റ്റിലൂടെ കൊണ്ടുവരും. നിങ്ങൾക്ക് 2 ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാം. അമല കാൻഡി എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ ഉൽപ്പന്നവും അതുപോലെ തന്നെ അമലയുടെ ഒരു ഓർഗാനിക് ഉൽപ്പന്നവും കാണാം. ഇതിൽ ഓർഗാനിക് ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യത എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇത് വിദേശ രാജ്യങ്ങൾ വരെ വളരെ ഫേമസ് ആണ് ഇന്ത്യ ഓർഗാനിക്. നമുക്കറിയാം അപ്പിഡ എന്നുള്ള അഗ്രികൾച്ചർ പ്രോസസ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ ഓർഗാനിക് ലോഗോയുടെ അതോറിറ്റി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ബോർഡാണ് അപ്പിഡ. അപ്പൊ അവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത എന്നുള്ളത് ഈ ലോഗോയും അതുപോലെ തന്നെ QR കോഡിലൂടെയും നമ്മൾ അഷ്വർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഓർഗാനിക് ആയിട്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഓർഗാനിക് ബിസ് പ്രോജക്റ്റിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നാട്ടിലൊക്കെ പല ഇക്കോ ഷോപ്പുകൾ, നാടൻ ഷോപ്പുകൾ ഓർഗാനിക് എന്നൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആസ് പെർ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നിയമം അനുസരിച്ച് ഓർഗാനിക് ലോഗോ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ഓർഗാനിക് ഒരു പേര് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ നിഷ്കർഷിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് സംരംഭകരായി വരുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു വിശ്വാസ്യത ഈ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. ഓക്കെ, വെരി ഗുഡ്. അതായത് ഇന്ത്യ ഗവൺമെന്റ് നാഷണൽ ഏജൻസി സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആളിലേക്ക് എത്തിക്കുന്നത്. അതിന് വിശ്വാസമാണ് പ്രധാനം. ചോദ്യം പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നതാണ്, എന്താണ് സാധാരണ ജൈവ ഫുഡ് ഇതുള്ള വ്യത്യാസം? എനിക്കൊന്ന് പാർട്ടിസിപ്പൻസ് ക്ലിയർ ആയി കാണും. സാധാരണ എക്കോ ഷോപ്പിലെ ഒരു ലേബിൾഡ് പ്രൊഡക്റ്റ് അല്ല,
ഗവൺമെന്റ് അംഗീകരിച്ച മുദ്രയുള്ള ഫാം ടു ഫോർക്ക് എന്ന കൺസെപ്റ്റിലൂടെ, അതായത് അതിന്റെ ഓരോ പ്രോസസ്സിലും, അതിന്റെ ഹൈജീൻ ആണെങ്കിലും സെലക്ഷൻ ആണെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിശ്വസ്തത പുലർത്തിക്കൊണ്ടും വിശ്വാസം നേടിയെടുത്തുകൊണ്ടും അതിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കസ്റ്റമർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും അത് ഈ ഒരു ബിസിനസിനെ കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. കാരണം ഇതൊരു ലോങ് ടൈം ബിസിനസ് ആണ്. പെട്ടെന്ന് വന്നു എന്തെങ്കിലും വിറ്റുപോകുന്നതല്ല, ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലോങ് ടൈം അസോസിയേഷൻ. അതാണ് ഈ ഓർഗനൈസേഷനിൽ ഈ ഒരു പ്രൊജക്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നു. നമ്മൾ ചെറിയ പോളിലേക്ക് പോവുകയാണ്. പാർട്ടിസിപ്പൻസിന്റെ തന്നെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ വിച്ച് ഓർഗാനിക് ഫുഡ് ഡു യു പ്രിഫർ? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റെഡി ടു ഈറ്റ്. റെഡി ടു ഈറ്റ് നമുക്കറിയാം, പാക്ഡ് ആയിട്ട് വരുന്ന മില്ലറ്റ് പൊങ്കൽ പോലെയുള്ള റെഡി ടു ഈറ്റ്, പെട്ടെന്ന് പാക്കറ്റ് പൊട്ടിക്കുക, കഴിക്കുക. ഡ്രിങ്ക്സ്, ഫോർ എക്സാമ്പിൾ സ്പൈസി കോഫി ഒക്കെ സാഷി പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. സൂപ്പ്, ജാക്ക് സൂപ്പ് ഒക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഗ്രെയിൻസ്, റൈസ്, പൾസസ്. ഇതിലേതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഓർഗാനിക് ഫുഡ്? 4 പ്രിഫർ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ എമംഗ് 4 വിച്ച് വൺ യു പ്രിഫർ മോർ? റെഡി ടു ഈറ്റ് ഓർഗാനിക് ഫുഡ് ആണോ, ഡ്രിങ്ക്സ് ആണോ, സൂപ്പ് ആണോ, അത് ഗ്രെയിൻസ് ആണോ? നിങ്ങൾക്ക് പോൾ ഓപ്ഷൻസ് അവിടെയുണ്ട്. പോൾ ഓപ്പൺ ചെയ്യുന്നു, നിങ്ങളുടെ ചോയ്സ് ടിക്ക് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. മാക്സിമം ടൈം ഈസ് 60 seconds ആണ്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. You can give your poll. Which organic food do you prefer? Poll is in progress. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഓർഗാനിക് ഫുഡ് ഏതാണ്? പാർട്ടിസിപ്പൻസ് എല്ലാവരും നല്ലതായി പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പോളിന്റെ എഫക്റ്റീവ്നെസ് വരുള്ളൂ. റെഡി ടു ഈറ്റ്, ഡ്രിങ്ക്സ്, soup or grains? Which organic food do you prefer among 4? You may say it depends, but at this point of time you can choose one. Edindu oranam choose cheya. Last 10 seconds for the poll. All right, poll closed. Okay, thank you so much. Soup 4% ആൾക്കാർ സൂപ്പ് പ്രിഫർ ചെയ്യുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സൂപ്പിന്റെ ഒരു പ്രാധാന്യം കുറവാണ്. ഡ്രിങ്ക്, സ്പൈസി കോഫി പ്രിഫർ ചെയ്യുന്നത് only 12%. 27% people prefer ready to eat. I think the young group maybe prefer that. Youth preferring ready to eat. That is 27%. And majority, that's 57% of the participants prefer grains such as rice, pulse. നമ്മുടെ ധാന്യവിളകൾ ഓർഗാനിക് ആകുന്നതാണ് 57% ആളുകളും പ്രിഫർ ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് ഭാഗത്തുള്ള നല്ല ഇൻഫർമേഷൻ അത്. 57% ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഗ്രെയിൻസ് ടൈപ്പ് ഉള്ള ഫുഡാണ്, ഓർഗാനിക് ഫുഡാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പോൾ. ദിസ് വിൽ ഹെൽപ്പ് us to give you more content in a more effective manner. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ് ആ ഉത്തരം നൽകിയതിന്. അപ്പോൾ വന്ന ഉത്തരങ്ങൾ നിങ്ങളുമായി സംവേദിക്കുന്നതിനും ഈ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ സഹായകരമാണ് എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഓർഗാനിക് ഫുഡ് ബിസിനസ് ആരംഭിക്കുന്നതിന്റെ പ്രക്രിയകളെ പറ്റിയായിരുന്നു. അതായത് വിശ്വാസ്യതയുള്ളതാണ്, അത് ശരീരത്തിന് ഗുണമുള്ളതാണ്, ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ്. ഫാം ടു ഫോർക്ക് എന്ന കൺസെപ്റ്റ് നമുക്ക് കൂടിയുണ്ട്. ഒപ്പം തന്നെ എന്താ പറയാ, സർട്ടിഫൈഡ് പ്രോജക്ട്സ് ആയതുകൊണ്ട് ആളുകൾക്ക് ഏറെ വിശ്വാസ്യതയുണ്ട്. ഇതെല്ലാം നല്ലതിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിക് ഫുഡ് ബിസിനസ് ഷോപ്പ് ആരംഭിച്ചാൽ, ഈ ഷോപ്പില് ആരംഭിക്കുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർ ഇതിന്റെ ബില്ലിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഇപ്പൊ GST ഒക്കെയുള്ള കാര്യമായതുകൊണ്ട് ബില്ലിംഗ് എങ്ങനെയാണ്? ഒപ്പം തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന ചോദ്യം ഒന്നും കൂടെ ബിനോയ് വർഗീസിന്റെ ചോദ്യം തരികയാണ്. ഞങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടെന്ന് മനസ്സിലായി, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനെ പറ്റി മനസ്സിലായി, അതിന്റെ വിശ്വാസ്യതയും ആധികാരികത ഉറപ്പിക്കുന്നതിനെ പറ്റി മനസ്സിലായി, മറ്റ് ജൈവ ഷോപ്പിനേക്കാൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി, വിപണനത്തിന്റെ പുതുമയെ പറ്റി മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർ എന്തൊക്കെ ഡോക്യുമെന്റ്സിൽ സൂക്ഷിക്കണം, എന്തൊക്കെ രജിസ്റ്റർ ആണ് വേണ്ടത്, തീർച്ചയായിട്ടും നല്ല ബില്ലിംഗ് പ്രോസസ് എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ ബിനോയ് വർഗീസ് പ്ലീസ്.
നല്ലൊരു ചോദ്യമാണ് സാർ. കാരണം എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഭയമുണ്ട്, എന്തൊക്കെ ഒത്തിരി ഡോക്യുമെന്റ്സ് സൂക്ഷിക്കണോ. ശരിക്കും ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ബിൽ ബുക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് ബില്ലിങ്ങിനായിട്ട്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് എന്തായാലും നടത്തണം. സെയിൽസ് നടത്തുമ്പോൾ ബില്ലിംഗ് നടത്താതെ സെയിൽസ് നടത്താൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് ഇതിൽ മൊബൈൽ ഫോൺ വഴി ചെയ്യാവുന്ന കാര്യം. പിന്നെ ഡോക്യുമെന്റ്സും രജിസ്റ്റേഴ്സും, ആകെ 3 ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഒന്ന്, പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ബില്ലുകൾ സൂക്ഷിക്കുക. 2, സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ മൊബൈൽ ആപ്പിൽ അത് ഡിജിറ്റലായിട്ട് സെയിൽ ബില്ലുകൾ സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഇതിന്റെ വൗച്ചേഴ്സ്, നമുക്ക് ചെലവുകൾ ഉണ്ടെങ്കിൽ ആ ചെലവുകളുടെ ഒരു വൗച്ചറുകൾ സൂക്ഷിക്കുക. ഈ 3 ഐറ്റമാണ് ഡോക്യുമെന്റ്സ്. പിന്നെ രജിസ്റ്റേഴ്സ്, സ്റ്റോക്ക് രജിസ്റ്റർ എന്തായാലും വേണം. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റോക്കിൽ വരണം. അപ്പോൾ പർച്ചേസ് ചെയ്തതായിട്ട് അവിടെ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. വിറ്റുപോയ സാധനങ്ങൾ വിറ്റതായിട്ട് അതിന്റെ സെയിൽ അത് ഒറ്റ രജിസ്റ്റർ തീരുന്ന, സെയിലും പർച്ചേസും സ്റ്റോക്ക് രജിസ്റ്ററിൽ എഴുതി പോയാൽ അതും തീർന്നു. ഈ 2-3 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. 1, പർച്ചേസ് ബില്ല് സൂക്ഷിക്കുക. 2, സെയിൽ ബില്ല് സൂക്ഷിക്കുക. 3, സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുക. പിന്നെ ക്യാഷ് ബുക്ക് വേണമെങ്കിൽ എഴുതി സൂക്ഷിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഫോം ഒന്നും വേണമെന്നില്ല. അത് നമുക്ക് ഈ മൊബൈൽ ആപ്പിൽ തന്നെ അതിന്റെ ക്വിക്ക് ബുക്സ് പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബില്ലിംഗ് ആപ്ലിക്കേഷൻസോട് പോലെ തന്നെ ഈ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസും സിമ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസും മൊബൈൽ ഫോണിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഈ ബിസിനസ് ചെയ്യാം. പ്രത്യേകിച്ച് അതിന് ഒരു ഡോക്യുമെന്റേഷന്റെ കൂടുതൽ ആവശ്യങ്ങളൊന്നും ഇല്ല. ലളിതമായ രജിസ്റ്ററുകൾ മതി. ഏതൊരു വ്യക്തിക്കും വളരെ കൈകാര്യം എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രയ്ക്കുള്ള കാര്യം. വെരി സിമ്പിൾ. ഇതിനകത്തുള്ള വേണമെങ്കിൽ വേണ്ട സപ്പോർട്ട് നമ്മൾ നൽകുകയും ചെയ്യും. എല്ലാം കിട്ടും. അതിന്റെ ട്രെയിനിങ്ങുകളെല്ലാം നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അത് നമ്മുടെ ടീമിനെ അപ്രോച്ച് ചെയ്താൽ മതി. നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ പല പാർട്ടിസിപ്പൻസും പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉത്തരം പിന്നീട് മിസ്റ്റർ മനോജ് മാത്യുവിന്റെ പ്രസക്തമായ 2 ചോദ്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പാനലിസ്റ്റിന്റെ പ്രസന്റേഷൻ കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വരും. മിസ്റ്റർ മനോജ് മാത്യു, കീപ് യുവർ സെൽഫ് ഓൺലൈൻ. വി വിൽ കം ബാക്ക് ടു യു. എനിക്ക് അനന്തരാജ് മുമ്പേ പറഞ്ഞ ഒരു ഉത്തരത്തിന്റെ പകുതി വെച്ച് അത് നിർത്തിയായിരുന്നു. വിപണന സാധ്യതകളെ പറ്റി പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് പാർട്ടിസിപ്പൻസ് അറിയണമെന്ന് താല്പര്യമുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് ഈ ഡിജിറ്റൽ സപ്പോർട്ട് എങ്ങനെയൊക്കെ നൽകുക? നിങ്ങൾ പറഞ്ഞു നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. മറ്റൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ ശക്തമാണ് ഇപ്പോൾ. അപ്പൊ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗില് നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് സപ്പോർട്ട് നൽകാൻ കഴിയുന്ന രീതി എന്താണ്? അനന്തരാജ്, അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് സാർ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റിയായിരുന്നു. അതായത് ട്രഡീഷണൽ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. പിന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് കിടക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് കടക്കുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് റിസർച്ച്, അതായത് നമ്മുടെ പോസ്റ്റ് കോവിഡ് ശേഷമുള്ള റിസർച്ച് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 25% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് ഓർഗാനിക് ഫുഡ് ഇൻഡസ്ട്രി. അതായത് നമ്മുടെ ഇന്ത്യയില് ഓർഗാനിക് ഫുഡ് കഴിക്കുന്നവരുടെ എണ്ണം 25% കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ 900% ഗ്രോത്ത് ആണ് മൊബൈൽ യൂസേഴ്സിൽ. അതായത് മൊബൈലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അതിനെ അടുത്തുള്ള ഷോപ്സിൽ എത്താനാണ് അവർക്ക് താല്പര്യം. അവർക്ക് യാത്ര ചെയ്യാൻ ഇപ്പൊ താല്പര്യമില്ല. അടുത്തെന്ത് കിട്ടുന്നോ അത് അവർ വാങ്ങിക്കും. മൊബൈലിലും സോഷ്യൽ മീഡിയയിലും എന്ത് ലഭിക്കുന്നു അതും അവർ വാങ്ങിക്കും. അപ്പൊ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ സഹായിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ഇതില് സഹായിക്കാൻ നിങ്ങളുടെ വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടിയും എങ്ങനെ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കും എന്ന ഒരു ക്ലാസ് നൽകുന്നതാണ്. ചുരുക്കത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സപ്പോർട്ട് അത് നമ്മുടെ സ്റ്റാർട്ടപ്പ് പാർട്ട്നേഴ്സ് നമ്മൾ നൽകുന്നതാണ്. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വളരെ ശക്തമാണ്. ആളുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം എന്റെയൊക്കെ വീട്ടിലിപ്പോൾ സാധനങ്ങൾ വരുന്നത് എല്ലാ ദിവസവും എന്ന പോലെ ആളുകൾ ഈ നമ്മുടെ കൊറിയർ കുട്ടികൾ വന്നിട്ട് സാധനം വീട്ടിൽ കൊണ്ട് നൽകിട്ട് പോകുന്നതാണ്. കാരണം ചെറുപ്പക്കാരുള്ള വീടുകളിലൊക്കെ ആളുകൾ അത്തരത്തിൽ ഓർഡർ ചെയ്യുകയും വീട്ടിൽ സാധനം ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു രീതി വല്ലാതെ അതിശക്തമായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലതാണ്. അത് ഈ ഒരു കാറ്റഗറിയിൽ ഏറെ പ്രയോജനകരമാകും. അങ്ങനെയാണ് നമ്മുടെ പാർട്ടിസിപ്പൻസിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഏത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീഡിയ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് നമുക്കറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ അഡ്മിൻ പാനൽ ആ ഒരു പോൾ കൊടുത്താൽ വിച്ച് എമംഗ് ദ ബിലോ പ്ലാറ്റ്ഫോംസ് ഡു യു പ്രിഫർ ഫോർ മാർക്കറ്റിംഗ്?
ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതിലാണ്? ഫേസ്ബുക്ക് ആണോ, വാട്സപ്പ് ആണോ, ഇൻസ്റ്റാഗ്രാം ആണോ? മറ്റും ഇതുകൂടാതെ മറ്റു പല മീഡിയാസ് നമ്മൾ 3 ചുരുക്കിയിരിക്കുകയാണ്. വിച്ച് പ്ലാറ്റ്ഫോം ഡു യു പ്രിഫർ? നിങ്ങൾ ഏതിലാണ് കൂടുതൽ സജീവമാകുന്നത്? ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. നമ്മുടെ കസ്റ്റമേഴ്സിന് അതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റിനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഏത് മീഡിയയിലാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് താല്പര്യപ്പെടുന്നത്? വിച്ച് പ്ലാറ്റ്ഫോം ഡു യു പ്രിഫർ ഫോർ മാർക്കറ്റിംഗ് ദിസ് ഓർഗാനിക് പ്രോഡക്ട്സ്? ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. പോൾ ഈസ് ഓൺ. Ten seconds more for closing the poll. Poll is in progress. വാട്സപ്പിലൂടെ കൂടുതലായി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനേക്കാൾ കൂടുതലായി ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നമ്മുടെ ഓർഗാനിക് ബിസിനസിനെ പറ്റി പറഞ്ഞു, അതിന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു, അതിന്റെ സാധ്യതയെ പറ്റി പറഞ്ഞു, അതിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പ്രക്രിയയെ പറ്റി പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗം വരെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഏത് മാനദണ്ഡ പ്രകാരമാണ്, അതിന്റെ സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അത്തരം സർട്ടിഫിക്കറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ? അത്തരം കാര്യങ്ങൾ ശ്രീകുമാർ ഒന്ന് വിളിച്ചു നൽകി. ചോദ്യം ഒന്നുകൂടെ ചോദിക്കുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് റൈറ്റ് ഫ്രം ദ ഫാം, അത് മാർക്കറ്റിലേക്ക് നമ്മൾ വിപണിയിലേക്ക് കൊടുക്കുന്നത്, ഇതിനൊക്കെയുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണ്? അത് ആർക്ക് വേണമെങ്കിലും വിൽക്കാൻ പറ്റുമോ? അതിനുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണ്? അതിന് ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോഴ് മലനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഉള്ളത്? അതിനെപ്പറ്റി ഒരു ആധികാരികതയ്ക്കായിട്ട് മിസ്റ്റർ ശ്രീകുമാർ പ്ലീസ്. തീർച്ചയായിട്ടും സർ, ഞാൻ പറഞ്ഞു, എന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഫാം ടു ഫോർക്ക് എന്നുള്ള ഒരു ട്രേസബിലിറ്റി സിസ്റ്റം എല്ലായിടവും നമ്മൾ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കേഷൻ ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച്, ഇന്ത്യ ഗവൺമെന്റ് ജൈവിക മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ പ്രോജക്റ്റില്, സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങളാണ് ഈ പ്രോജക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുന്നത്. ജൈവിക് ഭാരത് എന്നുള്ള ഒരു ലോഗോ ഗവൺമെന്റിന്റെ മാനദണ്ഡമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ സർട്ടിഫിക്കറ്റില് പ്ലാന്റ് ഓൺ ഓർഗാനിക് എക്സ്പീരിയൻസ് സെന്റർ പ്രോഡക്റ്റ് പുറത്തിറക്കുന്ന അവരുടെ സർട്ടിഫിക്കറ്റിന്റെ പ്രിവ്യൂ ആണ് കാണുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ള അവർക്ക് മാത്രമേ അംഗീകൃതമായി സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വിശ്വാസ്യതയോടുകൂടി പുറത്തിറക്കാനുള്ള അനുവാദം മാത്രമേ വിശ്വാസ്യതയ്ക്ക് വരുന്നത്. അപ്പം ഈ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് മാസ് ഉണ്ട്. മാസ് ഫാം ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് മാസിനുണ്ട്. ഇതൊരു സാമ്പിൾ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഫൈനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതായത് ഈ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപാദന സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് മുതൽ അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് പാക്കിംഗ് വരെയുള്ള കാലഘട്ടത്തിന് വേണ്ടുന്നതായ എല്ലാ ലേബലിംഗ് തുടങ്ങി കയ്യിലെത്തുന്നിടം വരെയുള്ള എല്ലാ മേഖലകളിലും സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ. ആ സർട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഉണ്ട്. അത് ഈ സ്റ്റാർട്ടപ്പിൽ സംരംഭകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും ഈ രണ്ട് ഓർഗനൈസേഷൻ, ഇതിലുള്ള എല്ലാ ഓർഗനൈസേഷനുകളും സർട്ടിഫൈഡ് ആണ്. അതാണ് നമ്മൾ ഇത്രയും കാലത്തെ പാരമ്പര്യവും ഇത്രയും കാലത്തെ വിശ്വാസ്യതയും കൂടി മുതൽ കൂടുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴ് 100-ലേറെ പാർട്ടിസിപ്പൻസ് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതില് കുറെ ആളുകൾക്കെങ്കിലും ഇത്തരം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അവരുടെ ചോദ്യങ്ങൾ പലതായിരിക്കാം. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, അതിലേക്കൊക്കെ പിന്നീട് വരാം. അതിനുപരി പ്രധാനപ്പെട്ട ചോദിക്കുക, ഈ പാർട്ടിസിപ്പൻസ്, ഇന്നിപ്പോൾ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ഈ വെബിനാറിന്റെ അവസാനം
ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ, ഓക്കെ, ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് ദിസ് ഓർഗാനിക് ബിസിനസ് പ്രോജക്ട്, ഐ വോണ്ട് ടു ബി പാർട്ട്ണർ ഓഫ് ദി സ്റ്റാർട്ടപ്പ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തിരഞ്ഞെടുക്കുമോ? അതിന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടോ? എന്റെ സ്ക്രീനിങ് പ്രോസസ് എന്താണ്? എനിക്കൊന്ന് പ്ലാന്റ് റിച്ചിന്റെ MD മിസ്റ്റർ ബിജുവിന് ആ കാര്യത്തിൽ കുറെ കൂടെ വ്യക്തത വരുത്താൻ കഴിയും. ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നു. ജൈവ ഉൽപ്പന്നങ്ങളെ പറ്റി മനസ്സിലായി, എന്റെ ആവശ്യകത മനസ്സിലായി, സാധ്യത മനസ്സിലായി, വിപണിയുടെ വാല്യൂ മനസ്സിലായി, രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളുടെ സിംപ്ലിസിറ്റി മനസ്സിലായി, ഇതിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ആധികാരികത ഞങ്ങൾക്ക് മനസ്സിലായി, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. നല്ല കാര്യം തന്നെ. ഞങ്ങൾക്ക് അറിയേണ്ടതിനും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും പ്രോഫിറ്റിനെ പറ്റിയും നമുക്ക് അറിയണം. പക്ഷെ അതോടെ നിൽക്കട്ടെ, അതിന് മുൻപായി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഈ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ ഈ വെബിനാറിന്റെ അവസാനം പറയുന്നു യെസ് ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് മാനദണ്ഡമാണ് ഞങ്ങളെ ഇതിന് സെലക്ട് ചെയ്യുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുക? ഇതിന്റെ സ്ക്രീനിങ് പ്രോസസ് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. ഓവർ ടു മിസ്റ്റർ ബിജുൻ കുര്യൻ ടു ഗിവ് എ ലൈറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ പ്ലീസ്. നല്ലൊരു ചോദ്യമാണ്. വളരെ സുതാര്യമായിട്ട് പറഞ്ഞാൽ ഓർഗാനിക് ഭക്ഷണത്തോടുള്ള, ഓർഗാനിക് ഫുഡിനോടുള്ള താല്പര്യമാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക്. ഓർഗാനിക് ഫുഡിനോടും ഈ ഓർഗാനിക് ഇന്റഗ്രിറ്റിയോടുള്ള താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്, അവരുടെ മേഖലയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരാൾക്കേ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ കോർപ്പറേഷൻ ലെവലിലാണെങ്കിലും മുനിസിപ്പൽ ലെവലിലാണെങ്കിലും ഒരാൾക്കായിരിക്കും സാധ്യത. ആ സാധ്യതയിൽ കൺസ്യൂമേഴ്സുമായിട്ടുള്ള ബന്ധം അവർക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധനയിലൂടെ അത് സ്ക്രീനിങ്ങിനകത്ത് അത് ഉൾപ്പെടുന്നതാണ്. അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. 3, ഇവിടെ ബിനോയ് സാർ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു കടയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷന്റെയോ നമ്പറുള്ള ഒരു കടമുറി വാടകയ്ക്കോ എടുത്താൽ മാത്രമേ FSSAI ലൈസൻസ് കിട്ടുള്ളൂ. സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ആവും. അതായത് വീടിനകത്ത് വെച്ച വീടിനോട് ചേർന്നിട്ടുള്ള ഒരു മുറിയാണെങ്കിൽ പോലും അതിന് കടമുറിക്ക് ഒരു നമ്പർ ഉണ്ടാകണം. ആ നമ്പർ പഞ്ചായത്തിന്റെ നമ്പർ നമുക്കറിയാമല്ലോ, ഒരു ബിൽഡിംഗ് നമ്പർ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ FSSAIയുടെ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ. അപ്പൊ ഇത്രയും ഈ 3 ക്രൈറ്റീരിയകളുണ്ട്. നമ്മളുടെ അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലെവലിലേക്കൊക്കെ പഠിക്കാനുള്ള താല്പര്യമുണ്ട് അവർക്കെങ്കിൽ അവരെ ഇതിലേക്ക്, ഈ ഒരു പ്രോജക്റ്റിലേക്ക് അവർക്ക് സാധ്യത ഏറെയാണ്. ചുരുക്കത്തിൽ ഈ ഒരു താല്പര്യം, അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ബോത്ത് വിൽ കൺസിഡർ ടു സെലക്ട് ദി സ്റ്റാർട്ടപ്പ് പാർട്ണർ അല്ലെ? അവരുടെ താല്പര്യവും അവരുടെ ആഭിമുഖ്യവുമാണ് അവരെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഒരു ബിസിനസ് എന്നുള്ളതിനൊക്കെ ഉപരിയായി അത്തരം ഒരു ചിന്താഗതിയാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അനന്തരാജ് നമ്മളെ സഹായിക്കാൻ കഴിയും. എന്താണ് അനന്തരാജ് ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് നമ്മൾ നൽകുന്ന പരിശീലനങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരും വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അതായത് ഒരു എങ്ങനെയാണ് ഒരു മെസ്സേജ് അയക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടി, അതായത് വാട്സാപ്പ് ബിസിനസ് എങ്ങനെ യൂസ് ചെയ്യണം, വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ഒരു ക്ലാസ് എടുക്കുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് സെക്ഷനിൽ ഞങ്ങൾ അവസാനം നിങ്ങൾക്ക് ഒരു വേണ്ടിയിരുന്ന എല്ലാ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടുന്ന എല്ലാ വിശദ വിവരങ്ങളും കാണും. അതായത് സഹായങ്ങൾ, അതായത് ക്രിയേറ്റീവ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആ കിറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ആ കിറ്റ് മാത്രം മതി നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ. അനന്തരാജ് ഓഡിയോ അല്പം പോയി. അനന്തരാജ് പറഞ്ഞതിന്റെ സമ്മറി ഇതാണ്. ഇതിന് വേണ്ടമായ പറഞ്ഞോളൂ. റിപ്പീറ്റ് ചെയ്യാം. അതായത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കണം, വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാനായിട്ട് ആ മെസ്സേജിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ട്രെയിനിങ് നൽകും. കിറ്റ് നൽകും. ഈ കിറ്റിൽ നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനും വിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും കാണും. ചുരുക്കത്തിൽ ഒരു മാർക്കറ്റിംഗിന്റെ വിപണന രീതിക്ക് വേണ്ടുന്ന എല്ലാവിധ A to Z പരിശീലനങ്ങളും നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് പാർട്ണർ കൊടുക്കുന്നതാണ്. അതാണ് അനന്തരാജ് ഉദ്ദേശിച്ചത്. വളരെ നല്ല കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.
ഇത് വീണ്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. ഇതൊരു പ്രോഡക്റ്റിനെ സെയിൽ എന്നുള്ള കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് ഇതൊരു ജീവിത ശൈലിയെ വളരെ നല്ല രീതിയിൽ പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാറുക. അതായത് നാളുകളിൽ നമ്മുടെ നാടിനെ നയിക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ ഒരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു ജീവിത ശൈലിക്ക് രൂപം കൊടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഇതുവഴിയാകുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു കച്ചവടത്തിനപ്പുറത്തേക്ക് മിസ്റ്റർ ബിജോങ്കുര്യം പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ മനോഭാവം, താല്പര്യം, അതിന് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ബോത്ത് വിൽ കൺസിഡർ എ ലോട്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും സാധാരണ ഒരു ഉപഭോക്താവിനും ഒരു സംരംഭകനും ചോദിക്കാവുന്ന ഒരു ചോദ്യം, എപ്പോഴും മുൻപൊരു സംശയം, നമ്മൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓർഗാനിക് റാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നെറ്റി ചുളിയുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ശ്രീകുമാറിനോട് ഞാൻ ചോദിക്കാം, എന്തുകൊണ്ട് ഈ ഓർഗാനിക് പ്രോഡക്ട്സിന് വില കൂടുതൽ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. കാരണം ഓർഗാനിക് ജൈവ ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവമാണ് ഓർഗാനിക് ഫുഡ് വില കൂടുതലാണോ അല്ലയോ എന്നുള്ളത്, അല്ലേ? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 15 വർഷമായി. എന്റെ സ്വദേശം തിരുവനന്തപുരത്ത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പുലർച്ചെയുള്ള ട്രെയിനിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് വരെ രാവിലെ വരുന്ന ട്രെയിനുകളെ കാത്ത് ഒരു ചെറിയ ഒരു മിനി ബസ് നമുക്കറിയാം, KSRTC, അതവിടെ ഉണ്ടാവും, RCCയുടെ ബോർഡും വെച്ചിട്ട്. ആ ബസ് ഇപ്പം 2-3 കൊല്ലം കൊണ്ട് 4 ബസ്സായിട്ട് മാറി. കാരണം കേരളത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും വന്നെത്തുന്ന ട്രിവാൻഡ്രത്തേക്ക് വന്നെത്തുന്ന രോഗികളെ കൊണ്ടുപോകാൻ കിടക്കുന്ന ബസ്സാണ്. ഇതിനൊക്കെ പുറമെ സ്വന്തം വെഹിക്കിൾ വരുന്നവരും വന്ന് ഓട്ടോ പിടിച്ച് പോകുന്നവരുടെ കണക്ക് വേറെ. ഇതിന്റെ പ്രധാനമായ കാരണം രാസകീടനാശിനികൾ ചേർന്ന് കഴിക്കുന്ന ഫുഡ് തന്നെയാണെന്ന് എത്രയോ പഠനങ്ങൾ നമുക്ക് വെളിവാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടണം, അതിന് നല്ല ഭക്ഷണം കഴിക്കണം, അതോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്ന കാശുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ജൈവ ഫുഡ്, ഓർഗാനിക് ഫുഡ് വില കൂടുതലല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ നമ്മുടെ ശ്രീകുമാർ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ ഉത്തരവാണ് നൽകി കേട്ടോ. വളരെ ഞെട്ടിക്കുന്ന ഒരു ഉത്തരവാണ് ശ്രീകുമാർ നൽകിയ. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണത്തിന്റെ വർധന വളരെ ശരിയാണ്. എല്ലാ ഡോക്ടേഴ്സും എപ്പോഴും പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആഹാര രീതിയിലെ വ്യത്യാസമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഹാനികരമായി മാറിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത് അറിയുന്നത് വളരെ വൈകിയാണ്. നമ്മൾ ഇന്ന് അല്പം പണം കൂടുതൽ മുടക്കി ഓർഗാനിക് ഫുഡ് കഴിച്ച് നാളെ വാങ്ങേണ്ടത് മരുന്നിൽ നിന്നും അല്ലെങ്കിൽ നഷ്ടപ്പെടേണ്ട ആരോഗ്യത്തിൽ നിന്നും, കടന്നു പറഞ്ഞാൽ നഷ്ടപ്പെട്ട ജീവനിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ സാധ്യതയാണ്. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഒറ്റ വാക്കിൽ ശ്രീമാർ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അല്പം വിലക്കൂടുതൽ കൊടുത്ത് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയുക നല്ല കാര്യമാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം സാർ. ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായി ഓർഗാനിക് ഫുഡ് കഴിച്ചു തുടങ്ങുക. എന്നിട്ട്, കാരണം ഇവർ ബിസിനസ്സിലോട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കാൻ കഴിയുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. തീർച്ചയായിട്ടും സ്വന്തമായി അത് കഴിച്ച് അതിനോട് നമ്മൾ തന്നെ ഒരു വിശ്വാസം എടുത്തിട്ടായിരിക്കണം നമ്മൾ അങ്ങോട്ട് ബാക്കി മുന്നോട്ട് ബിസിനസ്സിലേക്ക് പോകുന്നത്. ശരിയാണ്, ഇത് വളരെ ശരിയാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമാണ് മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയേണ്ടത്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണ് മറ്റുള്ളവർക്ക് പകരാൻ കഴിയേണ്ടത്. ഓർഗാനിക് ഫുഡ് കഴിച്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനും പ്രയോജനകരമെന്ന് കണ്ടെത്തുവാൻ കഴിയുമ്പോൾ അത് ആളുകളിലേക്ക് കൊടുക്കുന്നത് എന്താ പറയാ, ഒരു ജീവിതത്തിനെ ദൗത്യമാക്കി മാറ്റാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മിസ്റ്റർ ബിജോൻകുര്യനെ പറ്റി പറഞ്ഞ വാക്ക് തന്നെയാണ്. അതായത് ഈ ജൈവ കൃഷിയുടെയും ജൈവ ഉൽപ്പന്നങ്ങളുടെയും പ്രചാരകനായി, ഹീസ് എൻ ഇവാഞ്ചലിസ്റ്റ് ഓഫ് ദിസ് ഓർഗാനിക് ഫുഡ്. ഇതൊരു നമ്മുടെ ഒരു ദൗത്യമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് കുറെ കാലം ജീവിച്ച് കുറെ പണം ഉണ്ടാക്കുന്ന അപ്പുറത്തേക്ക് ദിസ് എ പേഴ്സണൽ മിഷൻ അവർ ലൈഫ്. നന്നായി ജീവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വലിയ ദൗത്യം. ആ ദൗത്യത്തിന്റെ ഭാഗമാവുമ്പോൾ അതിന് കൊടുക്കുന്ന വില ജീവിതത്തിന്റെ വിലയ്ക്ക് ഒട്ടും കുറവല്ല എന്ന് തിരിച്ചറിയുന്നത് നമ്മളെ അർത്ഥവത്താക്കി മാറ്റും. സന്തോഷം ആ ഒരു ഉത്തരത്തിന്. നമ്മുടെ ചാറ്റ് ബോക്സിൽ നിരവധി ചോദ്യങ്ങൾ വന്നു.
ആ ചോദ്യങ്ങൾ പിന്നീട് എടുക്കാമെന്ന് വെച്ചു. പക്ഷെ അത്തരം ഒരു ചോദ്യം ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കുക. അത് മറ്റൊന്നുമല്ല, കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ മനോജ് മാത്യു, എനിക്ക് മനോജ് മാത്യു ദുബൈയിൽ നിന്നാണ്. മനോജ് മാത്യു ചോദിച്ച ചോദ്യം ഇതാണ്, ഇതിന്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ROI ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എന്താണ് അതിന്റെ ഒരു ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ എന്താണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്താണ് എന്ന് ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ജൈവ ഫുഡ്, ഓർഗാനിക് ഫുഡ് നല്ലത് തന്നെ, അതിന്റെ വിപണന സാധ്യത വളരെ മികച്ചതാണ്, അതിന് വേണ്ടുന്നതായ സർട്ടിഫിക്കേഷൻ പ്രോസസ് ഈ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് സിമ്പിൾ ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടുന്ന എല്ലാ കൈത്താങ് നൽകുന്നുണ്ട്. വെരി ഗുഡ്, നമ്മളെല്ലാം ടിക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും? മിസ്റ്റർ ബിജോങ്കരി പറഞ്ഞു ചെറിയൊരു കടമുറി ആണെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അതിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ഇൻ ഷോർട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI എന്നാണ് അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് മിസ്റ്റർ ബിനോയ് വർഗീസ്, പ്ലീസ്. സാറേ, ഇത് നമുക്ക് ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് ക്വിക്ക് ഏണിങ്, എത്ര പെട്ടെന്ന് നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇത് തന്നെയാണ് കാര്യം. ഇപ്പൊ നമ്മള് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാലും ബിസിനസ് ഈസ് ബിസിനസ്സിന് ലാഭം ഉണ്ടാവുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണ്ട എന്നുള്ള സത്യം. ഒരു 25,000 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങാം. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്തും തുടങ്ങാം. കാരണം സ്റ്റോക്കിലാണ് ഇതിനകത്ത് മേജർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. മറ്റൊരു ചെറിയ കടമുറി തന്നെ വേണമെന്നില്ല, സ്വന്തം വീടിനോട് ചേർന്നൊരു മുറി ഉണ്ടെങ്കിൽ അതും മതി, അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേറെ യാതൊരു വിധ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ ലൈസൻസിങ് സർട്ടിഫിക്കേഷൻ ഒക്കെ മാക്സിമം വരാവുന്ന 1000-1500 ഇൻവെസ്റ്റ്മെന്റ് മതി അതിന്, അല്ലാതെ അതിൽ കൂടുതൽ ചിലവ് അതിന് വരുന്നില്ല. FSSAI രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 400 രൂപ മതി, ജസ്റ്റ് 400 rupees. NOC മാത്രം മതി. പിന്നെ നിങ്ങളുടെ വോളിയം ഓഫ് ബിസിനസ് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടും, കാരണം അത്രയും സ്റ്റോക്ക് കൂടും. 25,000 രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. ഇനി അങ്ങനെ സ്റ്റോക്ക് കൂടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങി വെച്ച് നല്ല ഓർഡറുകൾ കിട്ടുന്ന സമയത്ത് കൂടുതൽ വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു കയ്യിൽ കാശില്ല, സ്റ്റോക്ക് എടുക്കാൻ കാശില്ലെങ്കിൽ ബാങ്കുകൾ വളരെ കുറഞ്ഞ പലിശയ്ക്ക്, ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ബാങ്കുകൾ പൈസ ഇഷ്ടം പോലെ പുറത്തേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ലോൺ കൊടുക്കാം എന്ന് അവർ ആഞ്ഞു പിടിച്ച് നടക്കാം. സോ 8% മുതൽ 12% വരെയുള്ള വേരിയസ് റേഞ്ചില് മുദ്രാ ലോൺ പോലെയുള്ള ലോണുകൾ 10 ലക്ഷം രൂപ വരെ സിമ്പിൾ ആയിട്ട് യാതൊരു വിധ അഡീഷണൽ സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. 25,000 രൂപയ്ക്ക് നമുക്ക് തുടങ്ങാം. ഓർഡറുകൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ എടുക്കാം. കാരണം അത് അടയ്ക്കാനുള്ളത് നിങ്ങളുടെ കണ്ടോണ്ടല്ലേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പൊ ബിസിനസ് കൂടി വരുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ അതിനകത്ത് പ്രശ്നമൊന്നും വരാനില്ല. പിന്നെ പ്രോഫിറ്റിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. എത്രമാത്രം വോളിയം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു അതനുസരിച്ച് ലാഭം കിട്ടും, ഒരു സംശയമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഡെഫിനറ്റ്ലി ഓൺ യുവർ സെയിൽസ് കൂടുന്തോറും പ്രോഫിറ്റ് കൂടും, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും നഷ്ടം വരുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. 25,000 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ. അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അത് സ്വന്തം കടയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വീടോ ആണെങ്കിൽ അത്രയും പോലും വരില്ല. വീടിനോട് ചേർന്ന ഒരു കടമുറി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 25,000 രൂപ താഴെ വേണമെങ്കിൽ തുടങ്ങാവുന്നുള്ളൂ. ആദ്യത്തെ പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റോക്കിന്റെ വിലയാണ് നിങ്ങൾക്ക് വേണ്ടിയത്. അതാണ് ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം. ഓക്കെ. വളരെ എന്താ പറയുക, ആശ്വാസകരമായ ഒരു ഉത്തരമാണ് മിസ്റ്റർ ബിനോയ് വർഗീസ് നൽകിയത് കേട്ടോ. കാരണം ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തപ്പോൾ പല പാർട്ടിസിപ്പൻസിനെയും ചോദ്യമായിട്ട് എന്റെ മുൻപിൽ വന്ന ചോദ്യം ഇതായിരുന്നു, ഇതിന് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും? കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സർട്ടിഫൈഡ് ഓർഗനൈസേഷൻ ആണ്, സപ്പോർട്ട് തരും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പ്രോസസ് സിമ്പിൾ ആണ്. പക്ഷെ ചോദ്യം ഇതായിരുന്നു, ഇതിന്റെ എത്രമാത്രം പണം മുടക്കേണ്ടി വരും? അവിടെ ലളിതമായ ഉത്തരം ഇത് തന്നെയാണ്, ബിസിനസ് ഈസ് ബിസിനസ്. പക്ഷേ വെറും 25,000 മുതൽ മുടക്കിൽ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ കഴിയും. 2, ആ ബിസിനസിന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള പ്രോഫിറ്റ് നേടാൻ കഴിയും. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഇതിന് നഷ്ടം ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിയുന്നവരെ വിൽക്കാതിരിക്കുക, എങ്കിൽ മാത്രമേ നഷ്ടം വരാൻ വഴിയുള്ളൂ. ചുരുക്കത്തിൽ സാധനം എടുത്ത് വിപണിയിലേക്ക് വിറ്റഴിക്കുന്ന ആൾക്ക് നഷ്ടം എന്നൊരു വാക്കില്ല. തന്നെ ഇത് നമ്മളൊരു എന്താ പറയാ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ന്യൂ ബിസിനസ് ആണ്. മാനേജ്മെന്റിന് കേൾക്കാൻ വയ്യ എന്ന് പറയുന്നത് കേട്ടോ. കാനോട്ട് ഹിയർ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ബിജുവിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
മനോജിന് കേൾക്കാൻ വയ്യാത്ത ഒരു മെസ്സേജ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. റിട്ടേൺ ദാറ്റ് പ്രോഫിറ്റ് മാർജിൻ ഈസ് fairly reasonable, and the amount you can earn, എത്രമാത്രം ഏൺ ചെയ്യാൻ പറ്റുന്നത് ഡിപ്പെൻസ് ഓൺ ദ വോളിയം യു ആർ ഡൂയിങ്. ആൻഡ് ഓഫ് കോഴ്സ് നിസ്സംശയം പറയാം, നഷ്ടം എന്നൊരു വാക്ക് ഇതിലേക്കില്ല. അതാണ് പറയാനുള്ളത്. ഞാൻ ഒരു പോളിലൂടെ കടന്നതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാനൽ ഡിസ്കഷൻ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. പലരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ഒരു പഞ്ചായത്ത് ഒരു പ്രോഡക്റ്റ് ആണ് കൊടുക്കുക, അത് എല്ലാ പ്രോഡക്റ്റും കൊടുക്കുമോ, നിരവധി ചോദ്യങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്വിക്ക് പോൾ എടുത്ത് നമുക്ക് പോകാം. ആ പോളിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ, വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ആൻ ഓർഗാനിക് ബിസിനസ് ഷോപ്പ്? ഈ ഓർഗാനിക് ബിസിനസ് ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഇൻസ്പിറേഷൻ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്താണ്? പെട്ടെന്നുള്ള വരുമാനം, ക്വിക്ക് ഏണിംഗ് ആണോ, അതോ പെട്ടെന്നുള്ള വരുമാനവും സോഷ്യൽ കമ്മിറ്റ്മെന്റും ആണോ, അതോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഓൺട്രപ്രണറിയൽ മെന്റാലിറ്റി ആണോ? സോ 3 ഓപ്ഷൻസ് are there. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്താണ്? ക്വിക്ക് ഏണിംഗ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. അക്കോർഡിംഗ് ടു യു വിച്ച് കംസ് ഫസ്റ്റ്? മൂന്നിൽ ഏതാണ് ആദ്യം വരുന്നത്? Poll is going on. You can give your poll. Maybe another 20 seconds. Poll in progress. 10 seconds more. Participants, please give your poll. Right from the beginning, we are having 100+ participants. Okay, thank you. Poll ends. റിസൾട്ട് വളരെ ആവേശജനകമാണ് കേട്ടോ, വളരെ ആവേശജനകമാണ്. ഞാൻ ആദ്യം ഏറ്റവും പോസിറ്റീവ് ഭാവം എന്ന് പറയാം കേട്ടോ. ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൽ majority, that is 59% of the participants prefer, the inspiration is to start my own business. Great. ഒരു നല്ല കൈയ്യടി കൊടുക്കേണ്ട കാര്യം അത് കേട്ടോ. അതായത് ഈ ഒരു മെന്റാലിറ്റി ആണ് ഇന്ന് കേരളത്തിൽ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ആവശ്യം. ഒരു ഓൺട്രപ്രണറിയൽ മെന്റാലിറ്റി. 59% participants, the inspiration behind them is to start their own business. 34% participants having multiple things, that is quick earning and social commitment, and quick earning only 7%. See, this shows the attitude, the real positive attitude of the participants. Social commitment ഉള്ള, അതോടൊപ്പം തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് ഈ പാർട്ടിസിപ്പൻസ് മജോറിറ്റി. And 59% is in the category to start their own new business, and 34% is having inspiration is quick earning and social commitment. Only 7% is showing quick earning as their inspiration. Thank you so much for the answers. നമ്മൾ വളരെ വേഗം പാനലിസ്റ്റുകളുടെ ലാസ്റ്റ് ഒരു ഭാഗത്തേക്ക് 5 മിനിറ്റ് തീർത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവുകയാണ്. കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ്. ഓപ്പൺ ഫോറത്തിലേക്ക് വരുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ കൃത്യമായി മറുപടി നൽകും. ഇത്രയും നേരം പറഞ്ഞത് ഒരു ഓർഗാനിക് സ്റ്റാർട്ടപ്പ് പാർട്ണറെ പറ്റി തന്നെയാണ്. ഒരു പാർട്ണർക്ക് എന്തൊക്കെ രജിസ്റ്റർ വേണം, ഷോപ്പ് എവിടെ തുടങ്ങാൻ കഴിയും, എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് കിട്ടുക, അതിന് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, പ്രോഫിറ്റ് ഉണ്ടാകുമോ, നഷ്ടമുണ്ടാകുമോ, ഇതിന്റെ ഗുണമേന്മയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കേട്ടു. നല്ല കാര്യം തന്നെ. ഇതിന്റെ നേരെ തൊട്ട് അപ്പുറത്തെ സൈഡ്, ദ അതർ സൈഡ് ഓഫ് ദി ബിസിനസ്, ദാറ്റ് ഇസ് കസ്റ്റമർ. ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണർ എത്ര മിടുക്കനോ എത്ര മിടുക്കയോ ആണെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എനിക്ക് അനന്തരാജ് ആയിരിക്കും അതിനകത്ത്, അനന്തരാജിനോട് സപ്പോർട്ട് മറ്റു പാനലിസ്റ്റിനോട് സംസാരിക്കാൻ കഴിയും. ഞാൻ എല്ലാ പാർട്ടിസിപ്പൻസിന് വേണ്ടി ചോദ്യം ചോദിക്കുകയാണ്. ഈ ഓർഗാനിക് ഫുഡിന്റെ ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് ബോധവൽക്കരണം നൽകുന്ന എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണറെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. വെരി ഗുഡ്. പക്ഷെ ഇത് ഉപയോഗിക്കേണ്ടത് ഉപഭോക്താക്കളാണ്, കസ്റ്റമറാണ്. അവർക്ക് എന്ത് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക? അതാണ് ചോദ്യം. ഓവർ ടു അനന്തരാജ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കേട്ടോ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, ഈ അടുത്തിടയ്ക്ക് എന്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു. അത് ഞാൻ എന്റെ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശി തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത്, എടാ മോനെ, എന്റെ കാലത്ത് ക്യാൻസർ ഇല്ലായിരുന്നല്ലോ,
ഇപ്പോൾ എന്താ ഇങ്ങനെ വരുന്നത്? അതിന്റെ ചോദ്യം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ തന്നെയുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഒന്നെങ്കിൽ അതിന്റെ ഫാമിംഗ് സ്റ്റേജിൽ കെമിക്കൽസുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജിൽ കെമിക്കൽസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും അതുപോലെ നമ്മുടെ ഹെൽത്തിനെയും വളരെയധികം രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്കറിയാം, നമുക്ക് കേരളത്തിലുള്ളവര് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. നമുക്ക് ഈ ഒരു മെസ്സേജ് നമ്മുടെ കൺസ്യൂമേഴ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഓർഗാനിക് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതാണ് നമ്മൾ പല ടൈപ്പ് റെവല്യൂഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു റെവല്യൂഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് എ ഓർഗാനിക് റെവല്യൂഷൻ. അതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം ഈ കോവിഡ് സമയമായപ്പോഴത്തേക്ക് എല്ലാവരും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്ന ആൾക്കാർ പോലും ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി കണക്റ്റഡ് ആണ്. അപ്പം ദാറ്റ്സ് എ റൈറ്റ് പ്ലാറ്റ്ഫോം. അത് മാത്രമല്ല, നമ്മുടെ ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ഓർഗാനിക് ഡിസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന റവന്യൂവിന് വേണ്ടി മാത്രമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒട്ടനേകം ഫാമേഴ്സ് ഉണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് തരുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ റവന്യൂവിന്റെ ഇത്ര ശതമാനം നമ്മൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മൾ നമ്മുടെ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഫാമേഴ്സ് ആർ ദി ബാക്ക് ബോൺ ഓഫ് അവർ കൺട്രി. അപ്പം അത് നമുക്ക് നമ്മുടെ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം, നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളോട് ഗുഡ് ബൈ പറയാം. ഈ ഒരു മെസ്സേജിങ് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങളൊരു കസ്റ്റമർ അവയർനെസ് ഉണ്ടാക്കുന്നതാണ്. ഇതിനെപ്പറ്റി ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഓരോ പാർട്ടിസിപ്പൻസിനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതിന് ഡിജിറ്റൽ കിറ്റ് കൊടുത്ത് അവരെ എല്ലാം ഇതില് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും അവരെ ഒരു സെല്ലിംഗ് പോയിന്റിൽ എത്തിക്കുകയും ഞങ്ങൾ ചെയ്യുന്നതാണ്. താങ്ക് യു അനന്തരാജ്. താങ്ക് യു ഫോർ ദി ബ്രീഫ് ആൻഡ് വെരി ക്രിസ്പി എഫക്റ്റീവ് ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നന്നായിരുന്നു കേട്ടോ, വളരെ സന്തോഷകരമായി. ഞാൻ നമ്മുടെ പാനലിസ്റ്റിന്റെ പ്രസന്റേഷൻ നമ്മളിവിടെ സമ്മപ്പ് ചെയ്യുകയാണ്. ചുരുക്കത്തിൽ ഓർഗാനിക് ദ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആണ്. അത് നമുക്ക് വിശ്വാസ്യതയും ഗുണമേന്മയുമുള്ള പ്രോഡക്റ്റുകൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒരു പാർട്ട് ടൈം ബിസിനസ് ആയി കൊണ്ടുവരുവാനും അതുവഴി നേട്ടം കൈവരിക്കാനും കഴിയും. ഇതിന്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരു തലമുറയെയും വരും തലമുറകളെയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആളുകളുടെ ആരോഗ്യമാണ്. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു തലമുറയെ കൊണ്ടുവരുവാനും അത്തരം തലമുറകളെ കൂടുതൽ വാർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു പ്രക്രിയക്കാണ് ഇത് രൂപം കൊടുക്കുന്നത്. ലളിതമായ പ്രക്രിയയിലൂടെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലൂടെ ആഭിമുഖ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിലേക്ക് ചേരുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ പുരോഗമന നമ്മൾ എപ്പോഴും കേൾക്കാൻ ദ ന്യൂ നോർമൽ ബിസിനസ്സിന് പങ്കാളിയാകാൻ കഴിയും. കാരണം കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ബിസിനസ് നിലച്ചുപോയ ആളുകൾ, വരുമാനം നഷ്ടപ്പെട്ടവർ, പ്രവാസികളായി മടങ്ങിയെത്തുന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ടവർ, നിരവധി ആളുകളാണ്. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് മുൻപിൽ നമ്മൾ നൽകുന്ന മറുപടിയാണ്, നിങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങളുടെ മനോഭാവത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു നാടിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയുള്ള പോസിറ്റീവായ ഒരു ബിസിനസിന്റെ പാർട്ണറായി മാറാൻ കഴിയും. അതിനാണ് ഞങ്ങൾ നിങ്ങളെ ഈ വെബിനാറിലേക്ക് ക്ഷണിച്ചത്. തീർച്ചയായും വളരെ നന്നായി ഉത്തരങ്ങൾ നൽകിയ മിസ്റ്റർ ബിജോൻ കുര്യൻ, മിസ്റ്റർ ബിനോയ് വർഗീസ്, മിസ്റ്റർ ശ്രീകുമാർ, മിസ്റ്റർ അനന്തരാജ് എന്നിവരുടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അവർ നമ്മോടൊപ്പം ഉണ്ട്. നിരവധി ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലോർ ഓപ്പൺ ആണ്. 3 രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാം. ലോജിസ്റ്റിക്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഞാൻ ഉത്തരങ്ങളിലേക്ക് വരാം. ഒന്ന്, നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഈ നിങ്ങളുടെ ചാറ്റ് ചെന്ന് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യുന്നവർക്ക് മൈക്ക് നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് മൈക്കിലൂടെ ചോദ്യങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. 2, ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങളില്ല. 3, ക്വസ്റ്റ്യൻ Q&A സെഷനോട് അതിനകത്തേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളില്ല. സോ യു ക്യാൻ പുട്ട് യുവർ ക്വസ്റ്റ്യൻ ഇൻ ചാറ്റ് Q&A or you can raise your hand. We will allow you to speak. So floor is open. We have around 100 participants. Please ക്വിക്ക് ആയിട്ട് റിപ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് എക്സ്പെർട്ട് പാനലിസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ട്. ഓവർ ടു the participants for your questions, concerns, please. Open forum.
വന്ന ചോദ്യങ്ങളിൽ നേരത്തെ വന്ന് ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിച്ച് ആരംഭിക്കാം. ഒരു ചോദ്യം ഇതാണ്, ഏതൊക്കെയാണ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ഇപ്പോൾ നമുക്കുള്ളത്? ശ്രീകുമാർ വേണമെങ്കിൽ മറുപടി പറയും. എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് നമുക്കുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് 3-4 സെക്ഷൻ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം കാറ്റഗറൈസ് ചെയ്താണ് പ്രോഡക്ട്സ് വരുന്നത്. അതിൽ സ്പൈസസ് ആൻഡ് സീസണിങ്സിൽ നമ്മുടെ സ്പൈസസും സ്പൈസ് ബ്ലെൻഡ്സും എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, അങ്ങനെ ഏകദേശം ഒരു 17 പ്രോഡക്ട്സോളം നമുക്ക് ഈ ഒരു കാറ്റഗറിയിലുണ്ട്. കോഫിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. കോഫി, പിന്നെ കോക്കനട്ട് കാറ്റഗറിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓയിൽ, ഈ കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൽ ഏകദേശം 10ഓളം പ്രോഡക്റ്റുകളുണ്ട്. മാംഗോ, അംല, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഏകദേശം 10ഓളം പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഉള്ള സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു 6 പ്രോഡക്ട്സോളം നമുക്ക് ഈ കാറ്റഗറിയിലുണ്ട്. വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രെയിൻസ് പൾസ് അതൊരു സൂപ്പർ ഫുഡ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ചുരുക്കത്തിൽ നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന നിരവധി പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. നിരവധി പ്രോഡക്റ്റ്, ഏകദേശം 36ഓളം പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്. അത് പ്രോസസ്ഡ് പ്രോഡക്ട്സ് ആണോ അതോ? പ്രോസസ്ഡ് പ്രോഡക്ട്സ് ആണ്, എല്ലാം പ്രോസസ്ഡ് പ്രോഡക്ട്സ് ആണ്. റോ മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. റൈറ്റ്. ഓക്കെ. എനിക്ക് ചോദ്യം വളരെ ക്ലിയർ ആയി, ഉത്തരം കിട്ടിയത് ശരിയാന്ന് തോന്നുന്നു. മറ്റൊരു ചോദ്യം, ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് സാധനം എങ്ങനെ എത്തിക്കും? What is your logistic method? അത് ലോജിസ്റ്റിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 14 ജില്ലകളിലും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മുടെ സ്റ്റോക്ക് പോയിന്റ്സ് ഉണ്ടാവും. അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. ഓക്കെ. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്ന് ക്ലിയർ ആക്കാമോ? കാരണം ഒന്നുകിൽ ഇവിടെ കോട്ടയത്ത് നമ്മുടെ ഫാക്ടറി വന്ന് കൈപ്പറ്റണം. പക്ഷെ അതിന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് 14 ഡിസ്ട്രിക്റ്റിലേക്കും ഇതിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി നമുക്കൊരു കോമൺ സ്റ്റോക്ക് പോയിന്റ് ഉണ്ടാവും. അവർക്ക് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്റ്റോക്ക് പോയിന്റിൽ നിന്നും പ്രോഡക്ട്സ് എടുത്തോണ്ട് പോകാം. ഫൈൻ, അത് നല്ല കാര്യം. കാരണം അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി അല്ലേ? വേണ്ടത് അപ്പോൾ എടുക്കാൻ സൗകര്യം എടുക്കാൻ പറ്റും. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അത് നല്ല കാര്യമാണ്. എല്ലാ ജില്ലകളിലും സ്റ്റോക്ക് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് സ്റ്റാർട്ടപ്പ് പാർട്ണർക്ക് കൂടുതൽ സംഭരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഏരിയ ലിമിറ്റ് ഉണ്ടോ? ഒരു സ്ഥലത്ത് ഒന്നിലധികം ഷോപ്സ് കൊടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ബിജോൻ കുര്യൻ ആയിരിക്കും മറുപടി പറയാൻ എക്സ്പെർട്ട്. മിസ്റ്റർ ബിജോൻ കുര്യൻ, വിൽ യു പ്ലീസ് ഗിവ് ആൻസർ? ഏരിയ ലിമിറ്റ് ഉണ്ടോ? നേരത്തെ ഒന്ന് ബ്രീഫ് ചെയ്തെങ്കിലും. ഉദ്ദേശിക്കുന്ന ഇതില് ഒരു പഞ്ചായത്തില് ഒരാൾക്കായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് പാർട്ണറെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ല. അതിലിപ്പം കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നാൽ ഏറ്റവും മെറിറ്റ് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, അവർ സെലക്ട് ചെയ്തിട്ട് ആളെ എടുക്കുന്നതാണ്. ഓക്കെ. വേറെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരവില്ലാത്തുണ്ട്, ഒന്ന് വായിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓതന്റിസിറ്റി ഓഫ് സർട്ടിഫിക്കേഷൻ ആണ്. പല ഏജൻസികളും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് അത്രമാത്രം ആളുകൾക്ക് വിശ്വാസയോഗ്യമല്ല. എങ്ങനെയാണ് ഈ വിശ്വാസയോഗ്യത ഉറപ്പുവരുത്താൻ കഴിയുന്നത്? പ്ലാന്റോൺ എന്ന് പറയുന്ന ഏജൻസിയെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. അത് ഇതിൽ സർട്ടിഫൈഡ് ആണോ? അതായത് ഓർഗാനിക് അതിനകത്ത് ഈ പ്ലാന്റോൺ ആണോ കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. പ്ലാന്റോൺ ആയിരിക്കും അതിന്റെ ഒരു ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത്. മണർകാട് സൊസൈറ്റിയും പ്ലാൻ റിച്ച് എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത്. അപ്പം പ്ലാൻ റിച്ചിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ ഇത് വരും. അപ്പം പ്ലാന്റോൺ ആണ് നമുക്ക് ഡൊമസ്റ്റിക് ബ്രാൻഡിലേക്ക് ഈ ഒരു ഉൽപ്പന്നമായിട്ട് വരുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ സർട്ടിഫൈഡ് ആണ്. അത് നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് നമ്മുടെ ഈ സർട്ടിഫിക്കേഷൻ ബോഡി. അതുകൊണ്ട് അതിന്റെ ക്രെഡിബിലിറ്റി ഏറ്റവും, അതാ പറഞ്ഞു വന്നാൽ നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യുന്ന പ്ലാൻ റിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന അതേ ആ ക്വാളിറ്റിയും ആ ഇന്റഗ്രിറ്റിയും നമുക്കറിയാം. യൂറോപ്പിലേക്ക് ഒരു ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എത്രമാത്രം വേണമെന്ന് അതേ സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ QR കോഡിലൂടെ ഇതിനകത്ത് ഈ ഓരോ ഉൽപ്പന്നത്തിലും ഓരോ QR കോഡ് ഉണ്ടാവും. ആ QR കോഡിലൂടെ നിങ്ങൾക്ക് അതിന്റെ ട്രേസബിലിറ്റി എടുക്കാൻ പറ്റും.
ഗുഡ് ഗുഡ്. വനിതകൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുമോ ശ്രീകുമാർ? വനിതാ സംരംഭകർക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുമോ? വനിതാ സംരംഭകർക്ക് തീർച്ചയായും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇതോടനുബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായ ഒരു വെബിനാർ നമ്മൾ അടുത്ത ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ വിശദാംശങ്ങൾ ഈ വെബിനാറിന്റെ അവസാനം നൽകുമോ എന്ന് വിചാരിക്കാം അല്ലേ? നൽകാം. ഓക്കെ, ഗ്രേറ്റ്. അങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടെങ്കിൽ സഹായകരമായിരിക്കും. അത് ഡേറ്റ് ഒന്ന് പറയാമോ? ഡേറ്റ് 4-ാം തീയതി, ജൂലൈ 4-ാം തീയതി ശനിയാഴ്ച. ജൂലൈ സമയം 4 മണി തൊട്ട് 6 മണി, ഇതേ സമയമാണ്. ഓക്കെ ഓക്കെ. ഈ പ്രൊഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് എത്ര നാളത്തേക്കാണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധനം വിറ്റഴിച്ചില്ലെങ്കിൽ അതിനുള്ള തിരിച്ചെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ പ്രോഡക്റ്റിന്റെ എക്സ്പയറി കാലാവധി എത്ര ആളാണ്? അൺസോൾഡ് പ്രോഡക്ട്സിന് എന്തെങ്കിലും മാനദണ്ഡം എന്താണ്? അത് ഓരോ പ്രോഡക്റ്റിന്റെയും അതിന്റെ ആ ഒരു ടെസ്റ്റ്, ഇതിനെ ആശ്രയിച്ചിരിക്കും. അതായത് സ്പൈസസ് പ്രോഡക്റ്റിനൊക്കെ 24 മന്ത്സ് വരെ ഉണ്ട്, 24 മാസം വരെ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റിനും ഡിഫറെന്റ് ആണ്. മിനിമം എക്സ്പയറി ഡേറ്റ് 1 വർഷമാണ് ഒരു പ്രോഡക്റ്റിന്. ഓക്കെ ഓക്കെ ഓക്കെ. അൺസോൾഡ് പ്രോഡക്റ്റിനെ പറ്റി അതിനുള്ള ഒരു MOU ഉണ്ടാവും. അതായത് ഈ ബിസിനസ് പാർട്ണർ ആകുന്നവരും പാൻറ്റോണുമായിട്ടൊരു MOU ഉണ്ട്. അതിലത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. ഏതെങ്കിലും ഒരു മോഡൽ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യാൻ എവിടെയെങ്കിലും ഉണ്ടോ? മോഡൽ ഷോപ്പ്, ഈ പ്രോഡക്ട്സ് ഒക്കെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉള്ള ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമുണ്ടോ എന്ന് പ്രദീപ് ചോദിച്ചിട്ടുണ്ട്. പ്രദീപ്, അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടത് നമ്മുടെ മണർകാട് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തന്നെ നമുക്ക് അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. നമ്മുടെ പ്രോസസിംഗ് ഫെസിലിറ്റി അത് വിത്ത് പ്രയർ അപ്രൂവലോടുകൂടി വന്നു കഴിഞ്ഞാൽ കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഓക്കെ ഓക്കെ. മണ്ടാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അതിൽ വന്ന് മിനി ഇൻഡസ്ട്രിയൽ പ്ലാന്റോണിന്റെ ഓഫീസും അതിന്റെ പ്രോസസിംഗ് സെന്ററും ആണ് റീറ്റെയിൽ ബ്രാൻഡ് ചെയ്യുന്നത്. അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. അതിനാരെയാണ് ബന്ധപ്പെടേണ്ടത്? എനിക്ക് തോന്നുന്നു അതിന്റെ പ്രോജക്ട് കോർഡിനേറ്റേഴ്സ് 2 പേരുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്ലൈഡിലൂടെ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അത് ഞാൻ ഒന്ന് ആവർത്തിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് ഓർഗാനിക് ബിസ് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിന് 2 കോർഡിനേറ്റേഴ്സ് ആണ് ഉള്ളത്. അവരുടെ പേരും ഫോൺ നമ്പരും പറ്റുമെങ്കിൽ അവരുടെ ഒരു ഫോട്ടോയും കൂടെ ഇവിടെ സെഷന്റെ അടുത്ത ഭാഗത്ത് വരുമ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവരെ കാണാനും അവരുമായി ആ നമ്പർ സെലക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. കുടുംബശ്രീ സംരംഭകരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഭിമുഖ്യമുണ്ടോ? എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കുടുംബശ്രീയുമായിട്ട് ഓൾറെഡി ഒരു നല്ല ഒരു MOU തന്നെയുണ്ട്. കുടുംബശ്രീക്ക് എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ അത് പറയേണ്ടതാണ്. സർട്ടിഫിക്കേഷൻ, കുടുംബശ്രീയുടെ പ്രോജക്റ്റുകൾ സർട്ടിഫിക്കേഷൻ സപ്പോർട്ട് കൊടുക്കുന്നത് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്. അപ്പൊ അതൊരു നല്ലൊരു ബന്ധം തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം സർ. 14 ഡിസ്ട്രിക്റ്റുകളിലും അവരുടെ ഓർഗാനിക് പ്രോജക്ട്സ് ഇപ്പം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയുടെ. അതിന്റെ ട്രെയിനിങ് കം സർട്ടിഫിക്കേഷൻ ഏജൻസി മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് കുടുംബശ്രീ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രേറ്റ്. അതിന് കൈയ്യടി കൊടുക്കേണ്ട കാര്യമാണ്. കൊള്ളാം, വെരി ഗുഡ്. നല്ല കാര്യം. ഇവിടെ ഒരു ബിജോയ് ജോസഫിന്റെ ഒരു ചോദ്യം ഒരു വിദേശത്തേക്കുള്ള എക്സ്പോർട്സിനെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ പ്ലാന്റേഷന് MD ബിജോൻ കുന് അതിന്റെ ഉത്തരം പറയാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, ഓരോ രാജ്യത്തേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ അപ്രൂവൽ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം എക്സ്പോർട്ടിനുള്ള എന്ത് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ചോദ്യം ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ രാജ്യത്തേക്കും നമ്മൾ കയറ്റി അയക്കണമെങ്കിൽ ആ സ്ഥലത്തേക്കുള്ള ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അപ്പൊ ആ അപ്രൂവലിന് വേണ്ടുന്ന എന്ത് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ബിജുവിന്റെ അക്കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ കഴിയും. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷനെ കുറിച്ചാണ്, അതിന്റെ വാലിഡിറ്റിയെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അക്രഡിറ്റഡ് സർട്ടിഫിക്കേഷൻ ആണ്. ഇതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, USDA ഉണ്ട്, മറ്റ് ഓരോ കോണ്ടിനെന്റിലേക്കുള്ള പ്രത്യേകമായ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഏതാണ്ട് 5ഓളം മറ്റ് ഫെയർ ട്രേഡ്, നാച്ചുറൽ ഇങ്ങനെയുള്ള പല സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ പ്ലാന്റ് റിച്ചിനും മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ കയറ്റുമതിയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഏത് രാജ്യത്തേക്കാണ് ഉൽപ്പന്നങ്ങൾ വേണ്ടതെന്ന് ആശ്രയിച്ചിരിക്കും. അതിനുള്ള സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചാറ്റിലെ കാര്യങ്ങളുമായി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വന്നിരിക്കുന്ന ഒരു 12 ചോദ്യങ്ങളിലേക്ക് വരാം. മിസ്റ്റർ അനിൽകുമാർ ചോദിച്ചിരിക്കുന്നത് LLC ഫോർമാലിറ്റി എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് ബിജോൻ കുന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും. Procedures to establish a LLC and formalities.
ചോദിക്കുക അനിൽകുമാറാണ്. ഹലോ, കേൾക്കാമോ? ലൈസൻസിങ് ആണോ? എന്താണ്? അതെ അതെ അതെ, ലൈസൻസിങ് ഫോർമാലിറ്റി. അതെ. അതായത് മണർകാട് ഇതിന്റെ ഫ്രണ്ടിലുള്ള പ്ലാൻ ടോണും ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് പാർട്ണറുമായിട്ട് ഒരു MOU ഉണ്ടാകണം. ആ MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് സപ്പോർട്ടുകൾ, ഈ പറഞ്ഞ ലൈസൻസിന് അതുപോലെ തന്നെ ട്രെയിനിങ്ങിനുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ജെയ്സൺ വർഗീസ് ചോദിച്ചിരിക്കുന്നത് സാധാരണ ഒരു മലയാളി സംരംഭകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പക്ഷെ ഉത്തരം ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. പെർസെന്റേജ് ഓഫ് മാർജിൻ എത്രയാണ്? വാട്ട്സ് പെർസെന്റേജ് ഓഫ് മാർജിൻ? അത് ഒരു മലയാളി സംരംഭകൻ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് ഓരോ ഉൽപ്പന്നത്തിലും, പ്രത്യേകിച്ച് ശ്രീകുമാർ 4 കാറ്റഗറി പറഞ്ഞു. 4 കാറ്റഗറിക്കും ഡിഫറെന്റ് മാർക്കപ്പ് ആയിരിക്കും. 40% വരെ മാർക്കപ്പ് ഉള്ള പ്രോഡക്റ്റ് റേഞ്ച് ഇതിൻ്റെ അകത്തുണ്ട്. അതേസമയം ഗ്രെയിൻസ്, പൾസസ് ഒക്കെ വരുമ്പോൾ അതിലും താഴോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആവറേജ് ഒരു 20 to 25% മാർക്കപ്പിൽ പ്രതീക്ഷിച്ചാൽ മതി. എനിക്കൊന്ന് ബിനോയ് സാറിന് കൂടുതലായിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ ഓക്കെ. മിസ് ബിനോയ് വർഗീസ്, ഇതിന്റെ ഒരു മാർജിനെ പറ്റി ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? സാറേ 20 to 25% കൂടുതൽ കിട്ടില്ല സാറേ. ബിജിമൺ സാർ പറഞ്ഞത് കറക്റ്റാ. അതിനെ സപ്പോർട്ട് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം 40% വരെ ഉള്ളതുണ്ട്. പക്ഷെ എന്നാലും അന്നേരം ചിലതിന് വളരെ കുറവായിരിക്കും. പൾസസിനൊക്കെ 10%, 12%. സോ ആവറേജ് 25. ടേക്ക് ഇറ്റ് ആസ് 25. ഓക്കെ. നമ്മുടെ ബിനു പിറ്റി വളരെ എന്താ പറയാ സിൻസിയറായി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഓർഗാനിക് ഫുഡ് നല്ലതാണെന്ന് ആൾക്കാർക്ക് അറിയാം. പക്ഷേ അത് വിപണനം ചെയ്യാൻ വില കൂടുതലുള്ളതിനാൽ എങ്ങനെ സാധിക്കുമെന്നാണ് ബിനു പിറ്റി ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീകുമാറിന് ഉത്തരം കൊടുക്കാൻ കഴിയുമായിരിക്കും. ഗ്രാമീണ മേഖലയിൽ ഓർഗാനിക് ഫുഡ് നല്ലതാണെന്ന് ആൾക്കാർക്ക് അറിയാം, പക്ഷെ അതിന് വില കൂടുതലുള്ളതുകൊണ്ട് എങ്ങനെ വിപണിയിൽ അത് എത്തിക്കാൻ പ്രയോജനകരമായി സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അതെന്റെ സുഹൃത്ത് ആനന്ദരാജ് ഓൾറെഡി അതിനൊരു ഗ്ലിംസസ് തന്നിട്ടുണ്ട്. നമ്മളൊരു ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ സിറ്റിയിലുള്ളവർക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭക്ഷണം ഓൾറെഡി അവിടെ ഒരു സെഗ്മെന്റ് ഉണ്ട്. പക്ഷെ ഗ്രാമീണ മേഖലയിൽ കുറച്ചുകൂടെ ബോധവൽക്കരണത്തിന്റെ ഒരു ആവശ്യകത ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം സെമി ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ മേജർ സിറ്റീസിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഒരു ബോധവൽക്കരണം ഇപ്പം ഈ കോവിഡിന്റെ കാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമും പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാമ്പയിൻ ആയിട്ട് തുടങ്ങി നമുക്കത് അച്ചീവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഉത്തരം. ബിനു പിറ്റി വളരെ എല്ലാവർക്കും അറിയാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ ഉത്തരം പക്ഷേ എനിക്ക് തന്നെ പറയാൻ കഴിയും. ഇതിന് സ്റ്റാർട്ടപ്പിന് ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്? കമ്പനി ഡീറ്റെയിൽസ് തരാമോ? തീർച്ചയായും നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ ആൻസറിന്റെ അവസാനം കാണിക്കുന്ന സ്ലൈഡിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റേഴ്സിന്റെ ഫോണും അവരുടെ ഫോട്ടോയും അവരുടെ ഇമെയിൽ ഐഡിയും കമ്പനിയുടെ വെബ്സൈറ്റിൽ നൽകുന്നതാണ്. അപ്പൊ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കമ്പനിയെ പറ്റി ഡീറ്റെയിൽസ് അറിയും. അത് നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വരുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ സ്ഥലത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഇതിന്റെ ഒരു സപ്പോർട്ട് അറിയാനും കഴിയും. ബിനു പിറ്റിയുടെ ചോദ്യത്തിന് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അശ്വതി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. If I suggest my own product, will you support my trade? And if so, what are the credibility requirements you need? എനിക്കൊന്ന് അശ്വതി ഉദ്ദേശിച്ചതായിരിക്കും, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുവാൻ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുമോ? ആ ജൈവ ഉൽപ്പന്നങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ അനുശാസിക്കുന്നത്? ശ്രീകുമാർ അതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇതിന്റെ ക്രെഡിബിലിറ്റി പാർട്ട് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഫാർമേഴ്സിൽ നിന്നും എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ പ്രോഡക്ട്സിലേക്ക്, ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശ്വാസ്യത 100% നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ളവർക്ക്, അങ്ങനെ ഒരു ഫാമിംഗ് കമ്മ്യൂണിറ്റിക്കാണ് വേണ്ടമെങ്കിൽ അവർക്ക് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ അപ്രോച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അവരുടെ പ്രോജക്റ്റ് നമ്മളോടൊപ്പം ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുത്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജൈവ കർഷകന് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 3 വർഷം അവർ കാത്തിരിക്കണം. ഈ 3 വർഷവും അവര് യാതൊരുവിധ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല എന്ന് സർട്ടിഫിക്കേഷൻ ബോഡി വന്ന് പരിശോധന നടത്തി ലാബ് ടെസ്റ്റുകൾക്ക് ശേഷമാണ് അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷനാണ് ജൈവ സർട്ടിഫിക്കേഷൻ. അത്
അതുകൊണ്ട് അത്ര കടമ്പ കടന്നാൽ മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇന്ന് അല്ലെ നാളെ ഒരു ഫാം ഓർഗാനിക്കായി അതിൽ സർട്ടിഫൈഡ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നോ, സാധിക്കത്തേ ഇല്ല. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കേഷൻ എല്ലാ വർഷവും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇപ്പോൾ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഉത്തരവാദിത്വം. കാരണം ഓർഗാനിക് ഫാം എന്ന് പറയുന്നത് ഒരു ബോർഡ് വെച്ചാൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ഇറ്റ്സ് എ പ്രോസസ്, ലോങ് പ്രോസസ്. അതിന്റെ സർട്ടിഫിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞ് 3 വർഷത്തെ കണ്ടിന്യൂസ് ആയ പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ സർട്ടിഫിക്കേഷന്റെ ആദ്യ കടമ്പ കടക്കാൻ കഴിയും. പിന്നീടും ഓരോ കാലയളവിലും ഓരോ വർഷവും ആ സർട്ടിഫിക്കേഷൻ അതിന്റെ പുതുക്കേണ്ട ആ ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ അതുകൊണ്ടാവാം ഈ ഓർഗാനിക് ഫുഡിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിലൊക്കെ അല്പം കൂടുതലൊക്കെ വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വിനുപ്പിറ്റി കഴിഞ്ഞിട്ട് ആകാശ് ചോദിക്കുന്നതാണ്. അതിന് ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ആകാശ് ചോദിക്കുന്ന ചോദ്യം, ഈസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് എ ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ്, പ്രോഫിറ്റ് മാർജിൻ, എക്സ്പയറി ഡേറ്റ് ആൻഡ് റിട്ടേൺ പോളിസീസ്? അത് ഞാൻ പാനലിലേക്ക് അതിന്റെ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ എല്ലാ പ്രോഡക്റ്റും അതിന്റെ പ്രൈസിങ് കാണാൻ സാധിക്കും. പ്രോഡക്റ്റ് കോർഡിനേറ്റേഴ്സിന്റെ ഫോൺ നമ്പർ ഇന്ന് ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായി ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. എല്ലാം സുതാര്യമാണ്. അവിടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അറിയിക്കുന്നു. വിശ്വേശ്വർ പൈ അദ്ദേഹം ചോദിച്ച ചോദ്യം, നേരത്തെ മറ്റു ചില ചോദ്യങ്ങൾ താല്പര്യമാണ്. കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ എത്ര ഷോപ്പ് വരെ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഏരിയ, കേരളത്തിലെ കോർപ്പറേഷൻസ് നമുക്കറിയാം, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് അല്ലെ, ഈ കോർപ്പറേഷൻ, കൊച്ചി, ഇത്തരം കോർപ്പറേഷൻ ഏരിയയിൽ എത്ര ഷോപ്പുകൾ വരെ കൊടുക്കും എന്നാണ് ചോദ്യം. ബിജുവൻ സാർ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും നമുക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു ആപ്ലിക്കൻസ് എത്ര പേര് വരുന്നതെന്ന് ആശ്രയിച്ചും അത് അവർക്ക് ആ ഒരു ഏരിയ അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം കോർപ്പറേഷൻ ഏരിയയിലാണല്ലോ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, അപ്പൊ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സർ, സുരേഷ് കുമാർ പറയുന്നു, കണ്ണൂരിൽ ബ്രാഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ തുടങ്ങാൻ കഴിയുമോ? തീർച്ചയായിട്ടും കേരളത്തിന് ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത്. ഓക്കെ, ജെയ്സൺ വർഗീസിന്റെ ചോദ്യം ഇതാണ്. എനിക്കൊരു ഓർഗാനിക് മനുവർ ഷോപ്പ് ഉണ്ട്, ഓർഗാനിക്കിന്റെ മനുവർ ഷോപ്പ് ഉണ്ട്. എനിക്ക് അതിനോട് ചേർന്ന് ഒരു ഓർഗാനിക് ഫുഡ് ബിസ് ആരംഭിക്കാൻ കഴിയുമോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ആവശ്യമായ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റി തീർച്ചയായിട്ടും മനുവറിന്റെ അടുത്തുള്ള ഒരു ഷോപ്പ് അത് എത്രമാത്രം അവർ അംഗീകരിക്കുന്ന അവരുടെ പരിശോധനയിലൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് വൃത്തിയുള്ള ഒരു സെപ്പറേറ്റ് റൂമാണ് ആവശ്യം. അതല്ലാതെ നമുക്കറിയാം നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ വെക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊരു ഫുഡ് സേഫ്റ്റിയുടെ പരിഗണനയിൽ വരുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഹൈജീൻ, പ്രത്യേകിച്ച് ഓർഗാനിക് ഫുഡ് ഹൈജീൻ, ക്ലീൻലിനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആശ ഉണ്ണിത്താൻ ഒരു വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇഫ് ഐ പ്രൊഡ്യൂസ് എ ഗുഡ് പ്രോഡക്റ്റ്, ക്യാൻ യു സപ്പോർട്ട് ടു ഇമ്പോർട്ട്? അതായത് എനിക്ക് തോന്നുന്നതിന്റെ ചോദ്യം ഇതായിരിക്കും, വിദേശത്ത് എവിടെയെങ്കിലും ഉള്ള ഇമ്പോർട്ട് ഉദ്ദേശിക്കുന്നത്, വിദേശത്ത് എവിടെയെങ്കിലും ഒരു നല്ല പ്രോഡക്റ്റ് ഓർഗാനിക് ആയിരിക്കാം പ്രൊഡ്യൂസ് ചെയ്താൽ അതിനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആശ ഉണ്ണിത്തനാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഐ പ്രൊഡ്യൂസ് എ ഗുഡ് പ്രോഡക്റ്റ്, ക്യാൻ യു സപ്പോർട്ട് ടു ഇമ്പോർട്ട്? എനിക്ക് ബിജുൻ കുര്യൻ സാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അതായത് ആസ് പെർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിലാണ് ഓർഗാനിക് പ്രോഡക്റ്റ് വരുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഓർഗാനിക് പ്രോഡക്റ്റുകൾ വളരെ ശക്തമായ പരിശോധനകൾക്ക് ശേഷം ഗവൺമെന്റ് ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം. അതുകൊണ്ടാണ് ലോക്കൽ വോക്കൽ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ സ്ലോഗൻ തന്നെ നമുക്ക് നോക്കേണ്ടതാണ്. നമുക്ക് വിദേശത്തു നിന്നുള്ള സാധനങ്ങളല്ല വേണ്ടത്, നമ്മളുടെ കർഷകർ അവരെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ വേണ്ടത്. നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്നുണ്ട്, കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോഴൊക്കെയും മറ്റെല്ലാ ബിസിനസ്സുകാരും ഇത് കയറ്റുമതി ചെയ്യുകയാണ്. കയറ്റുമതിക്കാണ് ലാഭം കൂടുതൽ, അതുകൊണ്ടാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോജക്റ്റിലൂടെ നമ്മുടെ കർഷകർക്കും അതുപോലെ നമ്മൾ കൺസ്യൂമർക്കും നല്ലൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടിലേക്ക് പോകുന്നതിന് കുറെ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ശ്രീകുമാർ സാർ പറഞ്ഞ ഉത്തരം തന്നെയാണ്. ഒന്നും കൂടെ സാർ ആവർത്തിക്കണം. ശ്യാം സുന്ദറിന്റെ ചോദ്യമാണ്, നമുക്കത് ഒന്നുകൂടി ആവർത്തിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ്
എത്ര പ്രോഡക്ട്സ് ഉണ്ടെന്ന്. ഇനി ശ്യാംസുന്ദർ വിദേശത്ത് എവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ടൈം കാണിച്ചിരിക്കുന്ന വേറൊരു സമയമാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് 36 പ്രോഡക്ട്സ് ഉണ്ട്. സ്പൈസസ് ആൻഡ് സീസണിങ്സിൽ 17 പ്രോഡക്ട്സും, കോക്കനട്ട് പ്രോഡക്ട്സ് 2 എണ്ണം, ഡ്രൈ ഫ്രൂട്ട്സ് 10 എണ്ണം, പിന്നെ സൂപ്പർ ഫുഡ്സ്, മില്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു 6 പ്രോഡക്ട്സ്. 36 പ്രോഡക്ട്സ് ആണ് ഇപ്പൊ റെഡി ആയിട്ട് ഉള്ളത്. ഗുഡ്. മനോജ് മാത്യുവിന്റെ ചോദ്യമാണ്. എനിക്കൊന്ന് മനോജ് മാത്യു ദുബൈയിൽ നിന്നാണ്. ചോദ്യം, ഫ്രീസർ ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഓർഗാനിക് പ്രോഡക്ട്സ്. ഓർഗാനിക് പ്രോഡക്ട്സുകൾ സൂക്ഷിക്കാൻ ഫ്രീസർ ആവശ്യമുണ്ടോ? നമ്മുടെ കറണ്ട് ലിസ്റ്റിലുള്ള പ്രോഡക്ട്സിന് ഓർഗാനിക് ഇതിന് ഫ്രീസറിന്റെ ആവശ്യമില്ല. ഓക്കെ. കൊള്ളാം. വേറെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് നോക്കട്ടെ. മാർജിൻ പറഞ്ഞു, ലാസ്റ്റ് വന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് പറഞ്ഞു. ആശാവുണ്ടത്തിന് എക്സ്പോർട്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ, ഇമ്പോർട്ട് അല്ല. നേരത്തെ ശ്രീ ബിജോൻ കുര്യൻ ചോദ്യം ആശ ചോദിച്ചത് ഇമ്പോർട്ട് അല്ല, എക്സ്പോർട്ട് ആണ് കേട്ടോ. അതായത് അവർക്ക് നല്ലൊരു പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം. തീർച്ചയായിട്ടും അത് ഓർഗാനിക് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ പല ക്ലയൻസ് ഉണ്ട്, അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത്തരത്തിൽ അത് ശരിക്കും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമല്ല എങ്കിലും അത്തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. കൊള്ളാം. ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ മറ്റൊന്നും കാണുന്നില്ല. അഡ്മിൻ എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓൾ പാർട്ടിസിപ്പൻസ്, ആളുകൾക്ക് സംസാരിക്കേണ്ട അവസരം കൊടുക്കാം. അബ്ദുൽ കരീം ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ. ഷോപ്പ് ഡിസൈനിങ് നമ്മൾ സഹായിക്കുമോ? ഈസ് അറേഞ്ച് സപ്പോർട്ട് ഫോർ ഷോപ്പ് ഡിസൈൻ? ആനന്ദരാജ് ആയിരിക്കും അതിന് ഒരു ബെറ്റർ. അതെ, ആനന്ദരാജ, അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ആനന്ദരാജ് പറയണം. ഈസ് അറേഞ്ച് സപ്പോർട്ട് ഫോർ ഷോപ്പ് ഡിസൈൻ? ഷോപ്പ് ഡിസൈൻ നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഡിസൈൻ, അതായത് ഒരു ഡിജിറ്റൽ ഡിസൈൻ നമുക്ക് നൽകാൻ പറ്റും. ഒരു 3D ഫോർമാറ്റിൽ എങ്ങനെയായിരിക്കും ഒരു ഷോപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു 3D ഫോർമാറ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് അത് കാണിക്കാൻ പറ്റും. പക്ഷെ ഓഫ് കോഴ്സ് എംപ്ലോയീസ് വേണമെങ്കിൽ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇന്റീരിയർ നേരെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മേ ബി വിത്ത് എക്സ്ട്രാ കോസ്റ്റ് പ്ലാൻ റിച്ചിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു 3D മോഡൽ ഞങ്ങൾക്ക് നൽകാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അത് തീർച്ചയായിട്ടും ഒരു കോമൺ യുണീക് ലുക്കിന് അത് ആവശ്യമാണ്. ഒരു ഷോപ്പ് ഡിസൈൻ, അതിന്റെ ബോർഡ് ആവശ്യമാണ്. നല്ല കാര്യമാണ്. ജേസൺ ജോസഫ് ചോദിക്കുന്നത് ക്യാൻ ഡു പ്രൈവറ്റ് ലേബലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് അവർക്ക് ലേബിൾ കൊടുക്കാമെന്നായിരിക്കും ജേസൺ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് അവർക്ക് അവരുടെ ലേബിൾ ഒരു പ്രൈവറ്റ് ലേബിളിൽ കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പേരിൽ ലേബിളിൽ കൊടുക്കുമോ എന്ന ചോദ്യമാണ് ജേസൺ ബിജോയ് ജോസഫ് ബിജോയാണ് ചോദിക്കുക. ബിജോയ്, നമ്മൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഫാം ടു എൻഡ് പ്രോസസ്സിംഗ് വരെ സർട്ടിഫിക്കേഷൻ വേണം. അപ്പൊ അതിൻ്റെ അകത്ത് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു പ്രൈവറ്റ് ലേബലിലേക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയുടെ ആ പ്രോസസ്സിൽ അത് വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഗുഡ്. ചുരുക്കത്തിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത്തരമുള്ള കാര്യമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഒരു നമ്മുടെ പ്രോഡക്റ്റിനെ വേറെ ലേബലിലേക്ക് കൊടുക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് അത്ര എന്താ പറയാ ഒരു ആശ്വാസകരമായ ഒരു സമീപനമല്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ Q&A വേറെ ചോദ്യങ്ങളൊന്നും. ഓക്കെ. ലത ചോദിക്കുന്നത്, ഐ ഹാവ് എ 1 acre land in Kottayam. I mean, NRI want to know if I can get anyone to use the land to cultivate on profit sharing basis. എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത ദിവസത്തെ വെബിനാറിൽ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും കേട്ടോ. NRI ആണ് ലത, 1 acre സ്ഥലമുണ്ട്, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിൽ അതിൽ കൃഷിക്ക് താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം. ലത തീർച്ചയായിട്ടും അടുത്ത നമ്മുടെ ജൂലൈ 4th വരുന്ന സെമിനാറിൽ ലതയ്ക്ക് പങ്കെടുക്കാൻ കഴിയും. അതിൽ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരം തീർച്ചയായിട്ടും നൽകുന്നതാണ്. ക്യാൻ വി റീസെൽ ടു അതർ റീറ്റെയിലേഴ്സ് ഓർ ഓൺലി ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ്? ആകാശ് ചോദിച്ചിരിക്കുന്നത്, പ്രോഡക്റ്റ് എടുത്ത് മറ്റ് ആൾക്കാർക്ക് റീസെല്ലിങ്ങിന് പറ്റുമോ അതോ ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യണോ അതാ ചോദ്യം. ആകാശ് ഒരു ബിസിനസിന്റെ കുറെ കൂടെ എന്താ ആഴത്തിൽ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ആ ചോദ്യം. എന്താ ശ്രീമാൻ പറയുന്നോ? അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടുള്ള ഉത്തരം ബിജുമോൻ സാറ് ഞാനിത് പറയുകയാണെങ്കിൽ
ഇതൊരു ഓർഗാനിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആയിട്ട് കാണണം. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് കൺസ്യൂമേഴ്സുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആ മാർക്കപ്പ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതൊന്ന്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കൊടുത്തോണ്ട് ഒരു മറ്റ് റീറ്റെയിലേഴ്സിനെ നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ടെറിട്ടറിയിൽ നിങ്ങൾ റീഅപ്പോയിന്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിന്റെ പ്രോജക്ട് കോർഡിനേറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അഡ്മിൻ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തോ അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാം. വോയിസ് കോൾ ഈസ് പ്രൊവൈഡഡ്. അൺമ്യൂട്ട് ആണോ? ആരാണ്? വീഡിയോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ, കാരണം അവരെ കണ്ണോട് സംസാരിക്കാം. ക്വസ്റ്റ്യൻ ആൻസറിൽ participants, the floor is open for you. You are unmuted. You can speak. Participants സംസാരിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഓപ്പൺ ആണ്. മൈക്ക് ഉപയോഗിക്കാൻ സംസാരിക്കാം. സർ, ദുബായിൽ ഹലോ. യെസ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പറയാമോ? എന്റെ പേര് സുരേഷ് എന്നാണ്. ദുബായിലേക്ക് ആരെങ്കിലും ഈ ഓർഗാനിക് ഈ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ദുബായിന്നാണ് വിളിക്കുന്നത്. സുരേഷ്, അതിന്റെ ഉത്തരം പറയാം. നിങ്ങൾ ചോദ്യം ഇതാണ്, ദുബായിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അതല്ലേ ചോദ്യം? അതെ. കാരണം ഞാൻ ഇതിനു മുന്നേ ദുബായ് മുനിസിപ്പാലിറ്റിയെ ബന്ധപ്പെട്ടായിട്ട് ഇതുപോലെ സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ആ ലേബലൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്, അത് ഇവിടെ അംഗീകരിച്ചതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാനത് പറയുമ്പോൾ പ്ലാൻ റിച്ച് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ യൂണിയനിലേക്കാണ്. ഏറ്റവും കൂടുതൽ പ്ലാൻ റിച്ചിന്റെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ US-ലേക്കുമാണ്. അപ്പൊ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ അത്രമാത്രം റീറ്റെയിൽ പ്രോഡക്റ്റുകൾ ചെയ്യുന്നില്ല. അവിടുന്ന് അതുപോലെ ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഒരു ചോദ്യം കൂടി തീർച്ചയായിട്ടും. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രം മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പാണ് കൊടുക്കുക, അതേതെങ്കിലും ഒരു പഞ്ചായത്തിലേക്ക് മാത്രമാണോ? നമ്മളിവിടെ കൂടുതൽ തൊഴിലന്വേഷകർക്ക് സാധ്യതകളാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു മോണോപ്പൊളി അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് 900-ന് മേളിൽ പഞ്ചായത്തിന്റെ 900-ന് മേളിൽ ആളുകൾക്കൊരു വരുമാന മാർഗമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരാൾക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ജില്ലാ തലത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷനോ സംസ്ഥാന തലത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷനോ അല്ല, തീരെ താഴെ ഇടയ്ക്കിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. Okay, sir. Thanks. Thank you, Suresh, for the participation. Thank you, sir. Thank you. മൈക്ക് ഓൺ ആണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അശ്വതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ് കേട്ടോ. സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലുള്ള ആളുകളാണോ ഈ ഓർഗാനിക് ഫുഡ് വാങ്ങുന്നത്, അതോ സാധാരണക്കാരും ഇത് വാങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ടോ എന്നാ ചോദ്യം. നല്ലൊരു ചോദ്യം അത്. കാരണം ചോദ്യം ഒന്നും കൂടെ പറയുന്നു, സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലുള്ള ആൾക്കാരാണോ കൂടുതലായി ഓർഗാനിക് ഫുഡ് വാങ്ങുന്നത്, അതോ സാധാരണക്കാരും ഈ ഫുഡ് വാങ്ങുന്ന ശീലമുണ്ടോ? എന്താണ് മാർക്കറ്റ് ട്രെൻഡ് ആണ് അറിയേണ്ടത്. വാട്ട്സ് ദ കറന്റ് മാർക്കറ്റ് ട്രെൻഡ്? അനന്തരാജ് പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡ് ശേഷം ഓൾമോസ്റ്റ് 25% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത് ഓർഗാനിക് പ്രോഡക്റ്റ്. ആ ഒരു കണക്ക് പ്രകാരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ് മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വരെ ഓർഗാനിക് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൾക്കാർ കൂടുതൽ കൺസേൺഡ് ആയി. നമ്മൾ ഒരു 10 രൂപ 20 രൂപ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ്. അതിലൂടെ നമ്മൾ നേരത്തെ ഇപ്പൊ ശ്രീനിവാസ് സാർ പറഞ്ഞ പോലെ നമ്മൾ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലി വരെ അത് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലാൻ റിച്ചിന്റെ പ്രോഡക്ട്സ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് വലിയ വില വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 100% നാച്ചുറൽ എന്നൊക്കെ പറയുന്ന ഫേക്ക് പ്രോഡക്ട്സുമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് വലിയ വില വ്യത്യാസം വരുന്നില്ല. ആ ഒരു ചെറിയ വില വ്യത്യാസത്തിൽ നമ്മൾ ഫ്യൂച്ചറിലോട്ടുള്ള കൂടുതൽ പൈസ ചെലവ് കുറയ്ക്കുന്നു
എന്നൊരു കാര്യം ആൾക്കാർ ഓൾറെഡി കുറെ പേര് മനസ്സിലാക്കി തുടങ്ങി, എസ്പെഷ്യലി ഇൻ മെട്രോസ്. ആ ഒരു മെസ്സേജിങ് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്ന് കേരളത്തില് നമ്മൾ ആൾക്കാരെ ഇതൊന്ന് അവെയർ ആക്കണം. അതിനുശേഷം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും താഴെക്കടയുള്ള ആൾക്കാരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, താങ്ക് യു അനന്തരാജ്, താങ്ക് യു. എനിക്കൊന്നൊരു ഏകദേശം ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പോൾ ഉണ്ട് കേട്ടോ, ഒരു പോള്, ഒരു ചെറിയൊരു പോൾ. ആ പോളിന് മുമ്പായിട്ടൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പാനലിസ്റ്റുകൾ പറഞ്ഞ ആശയങ്ങൾ ഇതാണ്. ഇന്ന് ഓർഗാനിക് ഫുഡിന് ഒരു വലിയ സാധ്യതയുണ്ട്. ഇന്ന് ആരോഗ്യപരമായ ജീവിതത്തിനാണ് ആൾക്കാർ മുൻകൈ കൊടുക്കുന്നത്. അതിന് സാധ്യമായ സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് വിശ്വാസയോഗ്യമായി കിട്ടുന്നുവെങ്കിൽ അത് വാങ്ങാൻ ആളുകൾ തയ്യാറാണ്. അങ്ങനെ വാങ്ങുന്ന ആളുകൾ തയ്യാറുള്ള ഈ ഒരു കേരളത്തിൽ അത് കൊടുക്കാൻ സാധ്യതയുള്ള സംരംഭകരെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. അത് ചെറിയ മുതൽ മുടക്കിൽ വളരെ ലളിതമായ പ്രോസസ്സിങ്ങിലൂടെ ആളുടെ മനോഭാവം, ആഭിമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരുവാനും അത് അവരുടെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗമാകുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തില് ആരോഗ്യമുള്ള ഒരു ജനതയെ കരുപ്പിടിപ്പിക്കുന്നതിന് സഹായകരമായ ഒരു പ്രക്രിയയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വിലപ്പെട്ടതായിരുന്നു. വരും ദിവസങ്ങളിൽ അടുത്ത ജൂലൈ 4-ാം തീയതി ഒരു സെമിനാർ കൂടിയുണ്ട്. അതിൽ വീണ്ടും നിങ്ങൾക്ക് പങ്കെടുക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് പങ്കെടുത്ത ആളുകളുടെ വീടുകളിലെ കുടുംബിനികൾക്ക് അതിലേക്ക് പ്രത്യേക ക്ഷണം കൊടുക്കാം. അതിന്റെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതിലേക്ക് ലിങ്ക് കൊടുത്ത് അവരെയും ഇതിലേക്ക് പങ്കെടുപ്പിക്കാം. തീർച്ചയായും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറാൻ സാധിക്കണം. ഇന്നലകളുടെ പല ബിസിനസ്സുകളും ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ഇന്നലകളിൽ നമ്മൾ വിജയിച്ചു വന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആളുകൾ ഉപേക്ഷിച്ചു കളഞ്ഞു. അപ്പോൾ വലിയ വില കൊടുത്ത് വിദേശത്തു നിന്നും സാധനം വാങ്ങാതെ ന്യായമായ വിലയ്ക്ക് ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ കഴിയുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യത്തിനും ഒപ്പം നമ്മുടെ യുവാക്കൾക്കോ മറ്റുള്ളവർക്കോ ഒരു വരുമാനത്തിന് കാരണമാകുമെങ്കിൽ അതാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ പോളിലേക്ക് പോവുകയാണ്. ആ പോളിന് ശേഷം ഈ പ്രോജക്ട് കോർഡിനേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരാം. Shall we move on to next slide? Are you willing to partner with us? പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് താല്പര്യമുണ്ടോ? We have about 100 participants. 3 ഉത്തരങ്ങളാ. ഉണ്ട്, യെസ്, ഇല്ല, നോ, മേ ബി, ആലോചിക്കട്ടെ. These are the 3 answers. Poll is open. You can poll, cast your vote. Are you willing to partner with us? താങ്കൾക്ക് ഈ സംരംഭവുമായി ചേരുവാൻ താല്പര്യമുണ്ടോ? യെസ്, നോ, മേ ബി. Poll is open. 30 seconds. Inviting all of you to cast your poll. Poll in progress. Last 10 seconds. We will close the poll. Are you interested to partner with us? ഇതുമായി സഹകരിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? യെസ്, നോ, മേ ബി. ഓക്കെ, we will close the poll. Right. Oh, great. Okay. സന്തോഷകരമാണ് കേട്ടോ. Really appreciate all the participants. Okay. No, പറഞ്ഞിരിക്കുന്നത് 3% മാത്രമേ ഉള്ളൂ കേട്ടോ. A big applause to all the participants. And majority of you, that is 52%, shows 100% yes. അതായത് ഈ പങ്കെടുത്ത ആളുകൾ 52% ആളുകളും പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ പാർട്ണർ ആകാൻ താല്പര്യമുണ്ട്. And 45%, let's think, maybe. And we are sure, maybe will be converted to yes. And the total poll for favoring to be a partner is come to 97%. എന്ന് പറഞ്ഞാൽ മേ ബിയെ നമ്മൾ yes ആക്കി മാറ്റും. കാരണം അവരുടെ സംശയങ്ങളാണ്. അത് ദൂരീകരിച്ചു കഴിഞ്ഞാൽ 97% ആളുകളും ഇതിൽ പാർട്ണറാകാൻ താല്പര്യമുള്ളവരാണ്. ഇത് വളരെ നല്ല ശുഭോദർക്കമായ ഒരു സൂചനയാണ്. മറ്റൊന്നുമല്ല, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറുവാൻ കഴിയുന്ന ഒരു ജീവിതശൈലിക്ക് രൂപം കൊടുക്കുന്ന ഒരു വലിയ സംരംഭത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ പണം മുഴുവൻ ഈ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മുടക്കേണ്ടി വരും. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്ന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തിയില്ലെങ്കിൽ നാളുകളിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ആരോഗ്യം നേടുവാൻ വേണ്ടി ആശുപത്രിയിൽ ചെലവാക്കേണ്ടി വരും.
അതിന് തീർച്ചയായും ഒരു പരിഹാരമാണ് ഓർഗാനിക് ഫുഡ്. ഒരു ചെറിയൊരു ഒരു ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ആത്മകഥ അവസാനിക്കുന്ന വാചകം അങ്ങനെയാണ്: 1000 പടികളുള്ള ഗോവണി കയറുവാൻ 1000 പടികളിലും വെളിച്ചം വേണമെന്നില്ല. ആദ്യത്തെ പടിയിൽ ആത്മവിശ്വാസത്തോടെ ചുവടുവയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള പടികളിൽ വെളിച്ചം തനിയെ വന്ന് വീണുള്ളൂ. ഓർഗാനിക് ഫുഡ് ബിസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ ഒരു പടിയാണ്. ഇന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആ പടിയിൽ കാൽ വയ്ക്കുന്നെങ്കിൽ നാളുകളിൽ നിങ്ങൾ മുൻപോട്ടുള്ള പടികളിൽ അത് വെളിച്ചമായി അനേകർക്കുള്ള പ്രകാശമായി മാറും. ആ സംരംഭത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതിന്റെ 2 കോർഡിനേറ്റേഴ്സിന്റെ പേരുകളും അവരുടെ ഫോൺ നമ്പറുകളും ഇവിടെ നിങ്ങൾക്ക് നൽകുകയാണ്. ലിബിൻ എബ്രഹാം ആണ് അതിന്റെ മെയിൻ പ്രോജക്ട് കോർഡിനേറ്റർ, ഒന്നാമത്തെ ആള്. ഫോൺ നമ്പർ ഉണ്ട് 9495936019. റിപ്പീറ്റ്, ലിബിൻ എബ്രഹാം, കോൺടാക്ട് 9495936019. And Dinesh R. Kaimal, contact number 9447001355. I repeat, Dhanesh R. Kaimal, his contact is 9447001355. ഈ 2 പേരെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. They are available over their mobile phone. They'll give you other details. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അവര് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ അടുത്ത ആഴ്ചയിൽ നടക്കുന്ന വളരെ വ്യത്യസ്തമായ മറ്റൊരു സെമിനാറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അത് വുമൺ എന്റർപ്രണേഴ്സിന് വേണ്ടിയാണ്. വി ആർ വൺ, വി കെയർ. വുമൺ എംപവർമെന്റ്, വുമൺ എംപവറിംഗ് അതർ വുമൺ ഇൻ അവർ കമ്മ്യൂണിറ്റി. അതായത് നമ്മളുടെ സമൂഹത്തിലെ സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കാൻ സഹായകരമായ വി ആർ വൺ, വി കെയർ എന്നുള്ള പ്രോജക്റ്റിലേക്ക് അവരെ ക്ഷണിക്കുന്നു. Next Saturday, July 4th, evening 4 p.m. We invite your spouse or relatives or well-wishers to join in this project, and we will give you the link later. അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഡീറ്റെയിൽസ് നൽകുന്നതാണ്. നിങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പരിചയക്കാർക്ക് ഇത് അറിയിക്കാൻ കഴിയും. ഒന്നുകൂടി ഓർമ്മിക്കുക, ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് പണക്കാരുള്ള ബിസിനസ്സിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി 2 മണിക്കൂർ സമയം ഞങ്ങളോടൊപ്പം ഇരുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ വിവിധ കോണിലുള്ള ആളുകൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തു. അത് ഞങ്ങൾക്ക് ഏറെ പ്രചോദനകരമാണ്. പാനലിസ്റ്റില് എക്സ്പെർട്സ് ആയിട്ട് പങ്കെടുത്ത മിസ്റ്റർ ബിജുമൻ കുര്യൻ, മിസ്റ്റർ ബിനോയ് വർഗീസ്, മിസ്റ്റർ എം എസ് ശ്രീകുമാർ, മിസ്റ്റർ ആനന്ദ്രാജ് എന്നിവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇത്തരം മനോജ് മാത്യു പറഞ്ഞ ഇത്തരം ബ്രോഷറുകളും നമ്മുടെ കമ്പനിയുടെ ബ്രോഷറുകളും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും നൽകുന്നതാണ്. നിങ്ങൾ കാണിച്ച ആ സ്നേഹത്തിന്, സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് സേഫായി ഇരിക്കുവാൻ സാധിക്കട്ടെ. ആരോഗ്യത്തോടെയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, കോവിഡിന്റെ കാലശേഷവും ഒരുമിച്ച് കാണുവാനും കൈകോർത്ത് പുതിയൊരു യുഗത്തിലേക്ക് നമുക്ക് നീങ്ങുവാനും സാധിക്കരുതെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. Thank you very much. It's 6 o'clock. Thank you. It's sharp 6 o'clock. Thank you. Thank you. Thank you. Yes, sir.